നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. പുതിയൊരു മാസത്തിൻ്റെ ആരംഭ ആഴ്ചയാണിത്. ഈ വർഷം തന്നെ നമ്മെ വിട്ടുപോകാനായിട്ട് തുടങ്ങുകയാണ്. ഇനി ഒരു മാസം കൂടെയാണ് നമ്മുടെ മുൻപിലുള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലത്താണ്. 2026 കടക്കുന്നതിന് മുമ്പ് ആ കാലൊച്ച നമ്മൾ കേൾക്കുമോ, കാഹളം നമ്മുടെ കാതുകളിൽ എത്തുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ കർത്താവിൻ്റെ സഭയെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും സമാഗമന കൂടാരം എന്നൊരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് നമ്മൾ. അങ്ങനെ നമ്മൾ മുൻപോട്ട് വന്ന് ഇസ്രായേലിൻ്റെ പാളയം എന്നുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വാത്സല്യ സഹോദരങ്ങൾക്ക് ഞാൻ ഒരു മുന്നറിയിപ്പോ ഒരു സൂചനയോ പോലെ 1-2 കാര്യങ്ങൾ തരാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഈ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയോ അതിൻ്റെ അകത്തിരിക്കുന്ന വിശുദ്ധ വസ്തുക്കളെക്കുറിച്ചോ അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളെക്കുറിച്ചോ ക്രിസ്തുവുമായി റിലേറ്റഡ് ആയിട്ട് അതെങ്ങനെ പറയാമെന്നുള്ളതോ ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. മുൻകാലത്ത് ഈ വിഷയമൊക്കെ നമ്മൾ ധ്യാനിച്ചപ്പോൾ ഇതിനൊരു ആമുഖം ഉണ്ടായിരുന്നു. അതേ നിലയിൽ തന്നെ നിങ്ങൾ ഇവിടെയും പരിഗണിക്കണം. കുറച്ച് കാര്യങ്ങൾ ആമുഖത്തിൽ പറയാനുണ്ട്. ഈ കൂടാരത്തെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മരുഭൂമി വഴിയായി സഞ്ചരിച്ച് അവർ അങ്ങനെ ഹോരേബിൻ്റെ അടിവാരത്തെത്തുന്നു. അവിടെ വെച്ചിട്ടാണ് അവർക്ക് ഈ പ്രമാണം ലഭിക്കുന്നത്. അഥവാ ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയ സ്കെച്ചും പ്ലാനും ഒക്കെ ദൈവത്തിൻ്റെ ദാസനായ മോശ വഴി അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ അവർ ആ കൂടാരം ചമയ്ക്കുന്നു. അത് എത്ര കാലം കൊണ്ട് കൂടാരം ചമച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നേരത്തെ നമ്മൾ ചിന്തിക്കാത്തൊരു വിഷയമായിരുന്നു ഇസ്രായേലിൻ്റെ പാളയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പാളയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയെങ്കിലും ചില കാര്യങ്ങൾ വിട്ടുപോയി സഹോദരങ്ങളെ. ചിലതെല്ലാം പറയാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ആ വിട്ടുപോയ കാര്യങ്ങളെ ഒന്ന് പൂരിപ്പിച്ചുകൊണ്ട് നമ്മൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലേക്ക് കടന്നു വരും. അങ്ങനെ വരും ദിവസങ്ങളിൽ നമ്മൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായം മുതലുള്ള അധ്യായങ്ങളിൽ കാണുന്ന ആ കാര്യങ്ങളെയെല്ലാം അടുത്ത് നിന്ന് കാണും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുൻകാലത്ത് നമ്മൾ വളരെ വിശദമായി ചിന്തിച്ച് അത്രയൊന്നും നമ്മൾ വിശദമായി ചിന്തിച്ചില്ലെങ്കിൽ തന്നെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം തുടർന്ന് പറയുന്ന ആഴ്ചകളിൽ ആ കാര്യങ്ങളെല്ലാം വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോയപ്പോൾ ഇസ്രായേലിൻ്റെ പാളയം, അതായത് കിഴക്ക് സൂര്യോദയത്തെങ്കിൽ പാളയം ഇറങ്ങുന്നത് ആരാരെല്ലാമാണ്, തെക്ക് ആരാരെല്ലാമാണ്, വടക്ക് ആരാരെല്ലാമാണ്, പടിഞ്ഞാറ് ആരാരെല്ലാമാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതായത് കിഴക്ക് സൂര്യോദയത്തെങ്കിൽ പാളയം ഇറങ്ങുന്നത് യഹൂദാ ഗോത്രമാണ്. സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിലാണ് ഇതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൽ. അങ്ങനെ 2-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതലുള്ള ആ പാരഗ്രാഫിൽ 9 വരെയുള്ള വാക്യത്തിൽ യഹൂദാ ഗോത്രത്തിൻ്റെ കൊടിക്കീഴിൽ ആരാരെല്ലാം പാളയം ഇറങ്ങണം, അവരോട് ചേർന്ന് 2 ഗോത്രങ്ങൾ വരും, അത് ആരാരെല്ലാമാണ് എന്നുള്ളതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് 10-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നത് രൂബേൻ ഗോത്രത്തിൻ്റെ കാര്യമാണ്. രൂബേൻ ഗോത്രമാണ് തെക്ക് ഭാഗത്ത് പാളയം ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ദാൻ ഗോത്രം വടക്ക് ഭാഗത്ത് പാളയം ഇറങ്ങുന്നു, അവരോട് ചേർന്നുള്ള ഗോത്രങ്ങളുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് എഫ്രൈം ഗോത്രം പാളയം ഇറങ്ങുന്നു. ഇതെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആളുകൾ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ നിന്നൊന്നും പറയാനില്ലേ നിങ്ങൾക്ക് ലേഖനങ്ങളിൽ നിന്നൊന്നും പറയാനില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ലേഖനങ്ങളിൽ നിന്ന് സംസാരിച്ചു വരുമ്പോൾ ആ ലേഖനങ്ങളുടെ എല്ലാം ആഴങ്ങൾ കിടക്കുന്നത് ഈ പഴയ നിയമത്തിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൽ വരണം. ഈ ലേഖനങ്ങൾ മാത്രം പറയുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അവരൊക്കെയാണ് ജമീമ സെഞ്ചുറി അടിച്ചു എന്നും പറഞ്ഞ് പോസ്റ്റുകൾ ഇട്ടതും ഘോഷിച്ചതും ഒക്കെ. ലേഖനങ്ങളൊക്കെയാണ് പറയുന്നത്. അവർ പുതിയ നിയമത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് വാദിക്കുന്നവരും ഭയങ്കരമായിട്ട് ഘോരഘോരമൊക്കെ പറയുന്നവരാണ്. പെന്തിക്കോസ്റ്റ് എന്താണ്, ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. ബെല്ലാരിക്കാരൻ റാംബാബുവിൻ്റെ കയ്യിലിരിക്കുന്ന പട്ടിയാണോ പൂച്ചയാണോ കഴുതയാണോ എന്നൊന്നും ഇവർക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. ലേഖനം തന്നെയാണ് വായിക്കുന്നതും പഠിക്കുന്നതും. പക്ഷേ അത് പട്ടിയാണോ, അത് മറ്റേ കയ്യിലിരിക്കുന്ന കർത്തൃമേശയാണോ, ഏതാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇവരുടെയൊക്കെ കൂട്ടാളികൾ ആരാരെല്ലാമാണ്, ഇവരുടെ ലിങ്കുകൾ എങ്ങനെയാണ്, കേരളത്തിൽ ആരാരെല്ലാമാണ് അതേ ഫെയ്ത്ത് ഫോളോ ചെയ്യുന്നവർ അല്ലെങ്കിൽ അതേ ഡോക്ടറൽ സ്റ്റാൻഡിൽ നിൽക്കുന്നവർ എന്നൊന്നും ഈ ലേഖനമൊക്കെ പഠിക്കുന്ന പലർക്കും മനസ്സിലാകുന്നില്ല.
നമ്മെ സംബന്ധിച്ച് ഈ 66 പുസ്തകത്തെ തുല്യ നിലയിൽ പരിഗണിക്കുന്നതുകൊണ്ടാണ് പലതും മനസ്സിലാക്കാനായിട്ട് ഇടവന്നത്. അല്ലെങ്കിൽ നമ്മളും ഇതുപോലെ പോഷന്മാരായിട്ട് ജമീമ സെഞ്ചുറി അടിച്ചേ എന്ന് പറഞ്ഞ് നമ്മളും കീജയെ വിളിച്ചേനെ. യേശു സെഞ്ചുറി അടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് വിവേകവും പരിജ്ഞാനവും കിട്ടിയത് എങ്ങനെയാണ്? ഈ പുസ്തകത്തെ ആകമാനം നോക്കിക്കണ്ടപ്പോൾ നമുക്ക് മുൻപ് സഞ്ചരിച്ചവരായ ഇസ്രായേലിനെ ദൈവം മിസ്രൈമേന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമി വഴിയായി വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയപ്പോൾ നടത്തിയ വിധങ്ങൾ, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവരെ നടത്തിയതും കരുതിയതും, അവരുടെ പാളയം എങ്ങനെയായിരുന്നു, അതിനകത്ത് സ്ട്രിക്ട്നെസ് എത്രത്തോളമായിരുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ കാണുകയാണ്. അതെല്ലാം കാണുമ്പോഴാണ് നമ്മുടെ മുമ്പാകെ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത്. ഇപ്പം ഞാൻ പാളയത്തെക്കുറിച്ച് പറഞ്ഞു. ഈ പാളയവുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യം പുതുനിയമത്തിലുണ്ട്. ആ പുതുനിയമത്തിലെ പാളയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ സാധാരണ പെന്തക്കോസ്ത് ലോകത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ ഒന്ന് തലക്കറങ്ങും. ഇസ്രായേലിൻ്റെ പാളയവുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഏതാ? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ കാണുന്ന നാം പാളയത്തിൻ്റെ പുറത്ത് ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കുക. ആ വാക്യത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വേണമല്ലോ സഹോദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡുകാരി സഹോദരിയും ഓസ്ട്രേലിയക്കാരി സഹോദരിയും വ്യക്തമായിട്ട് പറയുമോ? വലിയ പാടായിരിക്കും പറയാൻ. പറയുന്നവർ കാണും, എന്നാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പറയാനായിട്ട്. ആ കാര്യം വിശദീകരിക്കണ്ടേ? എന്താ അവിടെ പറയുന്നത്? പാളയത്തിന് പുറത്ത് വരണമെന്ന്. ഇപ്പം ഇവിടെ നമ്മളെന്താ കാണുന്നത്? പാളയത്തിൽ പാർക്കുന്ന ഇസ്രായേലിനെയാണ് കാണുന്നത്. എബ്രായ ലേഖനത്തിൽ പാളയത്തിന് പുറത്ത് ജീവിക്കുന്ന കാര്യം പറയുന്നു, ഇവിടെ പാളയത്തിനകത്ത് ജീവിക്കുന്ന കാര്യം പറയുന്നു. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വെച്ച് പഠിക്കാതെ എങ്ങനെ മനസ്സിലാകും? നിങ്ങൾ എഫേസ് ലേഖനം മാത്രമേ വായിക്കുകയുള്ളൂ, റോമാലേഖനം മാത്രമാണ് ഞങ്ങൾ പ്രസംഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഫലപ്രദമായി നിങ്ങളുടെ വിശ്വാസിക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കും? എബ്രായ ലേഖനം വായിച്ചിട്ട് വന്ന് വിശ്വാസി ചോദ്യം ചോദിച്ചാൽ പാസ്റ്റർ എന്ത് മറുപടി പറഞ്ഞു കൊടുക്കും? മറുപടി പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ പാളയത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം. ഇസ്രായേലിൻ്റെ ക്യാമ്പ്, ആ ക്യാമ്പിൻ്റെ നടുവിലാണ് സമാഗമന കൂടാരം. അനേകം കൂടാരങ്ങൾ, ഏതാണ്ട് 6 കിലോമീറ്റർ റേഡിയസിലാണ് ഇസ്രായേലിൻ്റെ ക്യാമ്പ് കിടക്കുന്നത്. പാളയം 6 കിലോമീറ്റർ. ഒന്ന് ഭാവനയെ കണ്ടു നോക്കുക. നിങ്ങൾ താമസിക്കുന്ന ഇടം, നിങ്ങളുടെ ഭവനം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 6 കിലോമീറ്റർ റേഡിയസ് ചിന്തിച്ചു നോക്കി. അത്രയും ചുറ്റളവിലാണ് ഈ വലിയ ജനം, 10-25 ലക്ഷം വരുന്ന ജനം കിടക്കുന്നത്. അതിൻ്റെ നടുവിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇസ്രായേലിൻ്റെ പരിപാലകനായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവരുടെ നടുവിൽ വസിക്കുന്നു. വലിയൊരു പാഠമാണ് നമ്മൾ അവിടെ നിന്ന് ഉൾക്കൊള്ളുന്നത്. എന്താ അത്? ആദ്യമായിട്ട് സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് വസിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി പെട്ടെന്ന് തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. പുതിയ നിയമത്തിൻ്റെ തുടക്കത്തിൽ തന്നെ യേശുക്രിസ്തു പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന്. പുതിയ നിയമം ആരംഭിച്ച സമയത്ത് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. 2-3 പേരുടെ നടുവിൽ നിന്നുള്ളതല്ല, വീണ്ടെടുക്കപ്പെട്ട ഓരോ ഭക്തന്മാരുടെ ഉള്ളിലും ത്രിയേകനാം ദൈവം വന്ന് വാസം ചെയ്യുകയാണ്. ഇസ്രായേലിൻ്റെ പാളയത്തിന് നടുവിൽ വാസം ചെയ്യുന്ന ദൈവം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ പാളയത്തിന് നടുവിലല്ല വാസം ചെയ്യുന്നത്, പകരം നമ്മിൽ വാസം ചെയ്യുകയാണ്. വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് തൻ്റെ സാന്നിധ്യം അവരുടെ നടുവിൽ പകരും. അതാണ് പറയുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന്. ആ 2-3 പേര് പിരിഞ്ഞു പോയാൽ പിന്നെ അവിടെ ദൈവസാന്നിധ്യം ഇല്ല. 2-3 പേര് ക്രിസ്തുവിൻ്റെ നാമത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒത്തുകൂടിയെന്ന് വിചാരിക്കുക, അവിടെ വലിയ മഹത്വം വെളിപ്പെട്ടു, ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു സീക്രഡ് ആയിട്ടുള്ള പ്ലേസ് അല്ല. ദൈവസാന്നിധ്യം വെളിപ്പെട്ടത് ഇവിടെ വെച്ചാണല്ലോ, അതുകൊണ്ട് ഈ സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയില്ല. നമ്മൾ പോയി കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് പിന്നെ നാളെ ഒരു തൊഴുത്ത് പണിയാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നോ പ്രോബ്ലം. ഇതങ്ങനെ ഒരു മതപരമായ പ്രാന്തല്ല നമ്മളീ പറയുന്നത്. നമ്മൾ കടൽ തീരത്താണ് ഒത്തുകൂടുന്നതെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. നമ്മൾ കാട്ടിലാണ് ഒത്തുകൂടുന്നതെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ആ മഹത്വം എന്തെന്ന് ചോദിച്ചാൽ, അന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലിറങ്ങി നിന്ന ദൈവം അതേ നിലയിൽ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അന്ന് സമാഗമന കൂടാരത്തിൽ ഇറങ്ങിയ ദൈവം, പിന്നത്തേതിൽ യെരൂശലേം ദൈവാലയത്തിൻ്റെ അതിപവിത്രമായ സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന ദൈവം, ആ ത്രിയേകനാം ദൈവം, സൃഷ്ടാവായ ദൈവം എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്മൾ ഈ ടാബർനാക്കൽ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് വന്നത് ചുമ്മയൊന്നുമല്ല, തമാശയ്ക്കൊന്നുമല്ല.
തമാശയ്ക്കൊന്നുമല്ല, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ് വീണ്ടും ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമെന്നുള്ളത്. ഒരു തരത്തിലും എൻ്റെ ചിന്താമണ്ഡലത്തിൽ അത് വന്നില്ല. വന്നായിരുന്നെങ്കിൽ ഞാനത് എബിയോടും ഷിജുപ്പാസോടും ഷെയർ ചെയ്തേനെ. നമുക്കെങ്ങനെ ഈ കാര്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാലോ എന്നൊക്കെ. ഒരിക്കലും ഞാൻ അവരോട് ഷെയർ ചെയ്തില്ല. അതിൻ്റെ കാരണം എന്താ? എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ പെട്ടെന്നാണ് ആ നിലയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു വന്നത്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ ആ ദൈവസ്നേഹം ജ്വലിക്കണം. 2, ദൈവഭയം കടന്നു വരേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് ദൈവഭയമില്ലെന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയ ഏറ്റവും വലിയ കാര്യം. ദൈവഭയമില്ല. പല കാര്യത്തോടുമുള്ള ബന്ധത്തിൽ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് എന്താ? ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭം എന്നാണ് പറയുന്നത്. മലയാളം ബൈബിളിലാണ് ആ ഭക്തി കിടക്കുന്നത്. എന്നാൽ ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആ ദൈവഭയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കണ്ണിൻ്റെ മുമ്പിലല്ലേ നമ്മൾ വരച്ചു വെച്ച് കൊടുക്കുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ പിക്ചർ കാണിച്ചിട്ട് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുകയാണ്. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ഇറങ്ങി നിൽക്കുന്ന തേജോമയനായ ദൈവം. അതിനു മുമ്പ് സീനായിൽ ഇറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടു. അത്ര ഭയാനകമായ കാഴ്ചയാണ്. എന്തിനാ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ആ കാഴ്ചകൾ കൊണ്ടുവന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും നിങ്ങളുമാകുന്ന കൂടാരത്തിലേക്ക് ഈ തേജോമയനായ ദൈവം ഇറങ്ങി വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇറങ്ങി വന്നിട്ടുണ്ട്, അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകണം. ഇല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ചാടും. എന്തബദ്ധം? ആവർത്തന പുസ്തകം 23:14 വായിച്ചേ. ജിയോട്രോണമി ചാപ്റ്റർ 23 വേഴ്സ് 14. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിക്കുവാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിന്നിൽ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിക്കുവാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. ഇത് വളരെ ഗൗരവമായൊരു വാക്യമാണ്. ഇസ്രായേലിനോട് പറയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്റെ നടുവിൽ വസിക്കുന്നു, ആ കാരണത്താൽ നിന്റെ പാളയം ശുദ്ധമുള്ളതായിരിക്കണം. നിന്റെ പാളയത്തിൽ യാതൊരു മലിനതകളും കാണാൻ പാടില്ല, യാതൊരു അശുദ്ധിയും കാണാൻ പാടില്ല. കാരണം പരമപരിശുദ്ധനായ ദൈവമാണ് നിങ്ങളുടെ പാളയത്തിൻ്റെ ഒത്ത നടുവിൽ വസിക്കുന്നത്. ദൈവത്തിൻ്റെ കൂടാരമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് ഈ എൻറ്റയർ ക്യാമ്പ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധമായിരിക്കണം. നിങ്ങളുടെ പാളയത്തിൽ അശുദ്ധമായതൊന്നും പേർവറുക പോലും അരുത്. യാതൊന്നും ആ കോമ്പൗണ്ടിൽ കാണാൻ പാടില്ല. അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഇപ്പോൾ പറഞ്ഞത്? ഇസ്രായേലിൻ്റെ ക്യാമ്പിൻ്റെ നടുവിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ആ പാളയം ശുദ്ധമായിരിക്കണമെന്നാണ് വായിച്ചത്. അതേസമയം നാം ആകുന്ന കൂടാരം, നമ്മുടെ ജീവിതമാകുന്ന പാളയത്തിൽ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ കൂടാരം എങ്ങനെ കൈകാര്യം ചെയ്യണം, നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുൻപോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാകില്ലേ? അന്ന് ഇസ്രായേലിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ദൈവം ഇന്ന് പുതിയ നിയമ ക്രിസ്ത്യാനികളായ നമ്മോട് പറയാണ്, നിങ്ങളുടെ പാളയം എങ്ങനെ കിടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കള്ളിനും ചക്കരയ്ക്കും ചെത്തിക്കോളാനൊക്കെ പറയുമോ? എനിക്ക് തോന്നുന്നില്ല. ഇനി ഇസ്രായേലിന് മുൻപൊരു കാലമുണ്ടല്ലോ, അതേത് കാലമാണ്? അതാണ് മനസാക്ഷി യുഗം. ആ മനസാക്ഷി യുഗത്തിൻ്റെ കാലഘട്ടത്തിൽ നോഹ ജീവിച്ചിരുന്നു. നോഹയുടെ കാലത്ത് ആ പെട്ടകത്തിൽ 8 ലക്ഷം പേര് കയറിയോ? അല്പജനം എന്ന് വെച്ചാൽ 8 പേരെ കയറിയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് മോഡറേഷൻ കൊടുത്ത് കുറച്ച് പേരെയും കൂടെ വേണേൽ കയറ്റാൻ പാടില്ലായിരുന്നോ? ദൈവത്തിനൊരു മനസ്സലിവ് തോന്നിയിട്ട്, ഇച്ചിരി കരുണയൊക്കെ തോന്നിയിട്ട്, ഒന്നാമത് ദൈവം കൃപാനിധിയും ദയാനിധിയും കരുണാനിധിയും പിന്നെ എന്നൊക്കെയാ, അങ്ങനെ ഒത്തിരി ആണല്ലോ. അപ്പോൾ കുറച്ച് പേർക്കൊരു മോഡറേഷൻ കൊടുക്കാൻ പാടില്ലായിരുന്നു? ഒരു കുറച്ച് അനുഭാവമുള്ളവരെന്തായാലും കാണില്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ ഈ പൊളിറ്റിക്സിൽ കേഡർ പാർട്ടികളുണ്ട്, അവർക്ക് അവരുടെ മെമ്പേഴ്സുണ്ട്, അതുപോലെ അനുഭാവികളുണ്ട്. പിന്നെ ഒത്താൽ അവർ വോട്ട് ചെയ്യും, ചിലപ്പോൾ മാറ്റി കുത്തും, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. തീർത്തും വിരോധമില്ലാത്ത ആൾക്കാരെ, അങ്ങനെ പല കാറ്റഗറിയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ നോഹയുടെ കാലത്തും അങ്ങനെ ആളുകളെ പെട്ടകത്തിൽ കയറ്റാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നോഹയുടെ കാലഘട്ടം ഈ കാലഘട്ടം തമ്മിലുള്ള അന്തരം എന്താ? നോഹയുടെ കാലത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന പോലത്തെ വിശുദ്ധ തിരുവെഴുത്ത് ആ കാലത്തെ മനുഷ്യരുടെ കയ്യിലുണ്ടോ? ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നൊരു പുസ്തകം നോഹയുടെ കാലത്ത് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? വെളിപ്പാട് പുസ്തകവും ഇല്ല, ഒരു പുസ്തകവും ഇല്ല അവരുടെ കയ്യിൽ. സാക്ഷികളുടെ ഒരു സമൂഹമുണ്ടോ? അവിടെ ഹൃദയത്തിൻ്റെ മാംസളമായ ഭിത്തിയിൽ വിശുദ്ധ തിരുവെഴുത്ത് എഴുതിയിട്ടുണ്ടോ? തൻ്റെ വചനം എഴുതിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവരുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ നായകനായ ക്രിസ്തു അവരുടെ മുമ്പിൽ തൂക്കപ്പെട്ട നിലയിൽ കിടപ്പുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ.
അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്തൊരു കാലമല്ലേ അത്. ഈ നോഹയുടെ കാലഘട്ടത്തിലെ അന്തരീക്ഷം മനസ്സിലായല്ലോ. ഈ കാലഘട്ടവും നമ്മുടെ കാലഘട്ടവും തമ്മിലൊന്ന് താരതമ്യം ചെയ്തേ. നോഹയുടെ കാലഘട്ടത്തിൽ നിന്ന് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തെല്ലാമാ? നോഹയുടെ കാലത്തുള്ള ആളുകൾക്ക് 2 അടി കൊടുക്കുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് 1 അടി തന്നാൽ മതിയോ? ഒരു 5-6 അടി അടിക്കേണ്ടി വരില്ലേ? അല്ലേ? അതുകൊണ്ടല്ലേ പത്രോസ് പറഞ്ഞ നീ ഇത് അറിയാതിരുന്നെങ്കിൽ നിനക്ക് നന്നെന്ന് പറഞ്ഞത്. ഇതൊക്കെ അറിയുന്തോറും ഉത്തരവാദിത്വം കൂടുകയെന്നേ. ശരിക്കും നിങ്ങളെ ട്രാപ്പിലാക്കുക ഞങ്ങൾ. എന്നുവെച്ചാൽ നിങ്ങളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഈ തേജോമയനായ ദൈവത്തിൻ്റെ മഹത്വത്തെയല്ലേ വെളിപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ പദ്ധതികളെയല്ലേ തുറന്നു കൊണ്ടുവരുന്നത്, തൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതല്ലേ ഇതിലൂടെ വെളിപ്പെട്ട് വരുന്നത്. ഇസ്രായേൽ ജനം എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നടന്നത് എന്നുള്ള കാര്യങ്ങളല്ലേ വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടു പാളയം ശുദ്ധമാകണമെന്ന്. അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ താഴേക്ക് പറയാം. അതിനിടയിൽ സംഖ്യാപുസ്തകം 2-ാം അധ്യായം ഞാൻ തുറന്നു വെച്ചിരുന്നു. ആ 2-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിക്കാനാണ് കഴിഞ്ഞ ആഴ്ച വിട്ടുപോയത്. അതായത് അതിൻ്റെ 17-ാമത്തെ വാക്യം, നമ്പേഴ്സ് ചാപ്റ്റർ 2 വേഴ്സ് 17. ആ വാക്യം കഴിഞ്ഞ ദിവസം വായിച്ചില്ല. അതിൽ നിന്ന് 1-2 കാര്യം പറഞ്ഞിട്ട് നമുക്ക് മുൻപോട്ട് വേഗം പോവാം. പിന്നെ സമാഗമന കൂടാരം പാളയത്തിന്റെ നടുവിൽ ലേവിയരുടെ പാളയമായി യാത്ര ചെയ്യണം. അവർ പാളയം ഇറങ്ങുന്നത് പോലെ തന്നെ താന്താങ്ങളുടെ കൊടിക്കരികെ യഥാക്രമം പുറപ്പെടണം. അപ്പോൾ സഹോദരങ്ങളെ, ഈ 2-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത അവർ പാളയം അടിക്കുന്ന കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ പാളയം മൂവ് ചെയ്യുന്ന കാര്യമാണ് ഈ വാക്യത്തിൽ വായിച്ചത്. ഇത് നമ്മൾ വായിക്കാൻ വിട്ടുപോയി കഴിഞ്ഞ ദിവസം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വായിക്കുകയാണ്. പിന്നെ സമാഗമന കൂടാരം പാളയത്തിൻ്റെ നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം. അവർ പാളയം ഇറങ്ങുന്ന പോലെ തന്നെ താങ്കളുടെ കൊടിക്കരികെ യഥാക്രമം പുറപ്പെടണം. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. കൃത്യമായിട്ടാണ് പറയുന്നത്. ആദ്യം യഹൂദാ ഗോത്രം പോകണം, അത് കഴിഞ്ഞ് ഓരോരോ ഗോത്രങ്ങൾ എങ്ങനെ മാർച്ച് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിലാണുള്ളത്. നമ്പേഴ്സ് ചാപ്റ്റർ 10. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 11 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അനന്തരം 2-ാം സംവത്സരം 2-ാം മാസം 20-ാം തീയതി മേഘം സാക്ഷി നിവാസത്തിൽ നിന്ന് പൊങ്ങി. അപ്പോൾ ഇസ്രായേൽ മക്കൾ സീനായി മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവർ ഇങ്ങനെ ആദ്യമായി യാത്ര പുറപ്പെട്ടു. 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ അവർ ആദ്യമായി യാത്ര പുറപ്പെട്ടു വന്നു എന്നാണ്. അതായത് അവർ മിസ്രൈമിലെ റമസേസിൽ നിന്നാണ് പുറപ്പെട്ടത്. റമസേസിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിൻ്റെ കര വരെ വന്നു. അത് കൂട്ടമായിട്ട് ഇങ്ങനെ വന്നു, കൂട്ടമായിട്ട് വന്നു. അത് ഈ പറഞ്ഞ പോലെ ഗോത്രമായിട്ടൊന്നും അല്ല, അവർ കൂട്ടമായിട്ട് അങ്ങ് വന്നു. ചെങ്കടലും കടന്നു. അവരങ്ങനെ മുൻപോട്ട് വന്ന് പിന്നത്തേതിൽ 11-ാമത്തെ ഇടമായ ഹോരേബിന് അടിവാരത്തെത്തി. ഹോരേബിന് അടിവാരത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ചട്ടങ്ങളും പ്രമാണങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം ചെങ്കടൽ കടന്ന് മുൻപോട്ട് പ്രയാണം ചെയ്യുകയാണ് അവർ. അങ്ങനെ പ്രയാണം ചെയ്യുന്ന സമയത്ത് അവർക്ക് കൃത്യമായ നിഷ്ഠകളാണ് കൊടുക്കുന്നത്, അല്ലേ? ഓരോരോ കാര്യങ്ങൾ. അതുവരെയുള്ള അനുഭവമല്ല, അത് കഴിഞ്ഞിട്ടുള്ള അനുഭവം. ചെങ്കടൽ വരെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അങ്ങനെയായിരിക്കണം, നിങ്ങൾ ഇങ്ങനെയായിരിക്കണം, നിങ്ങൾ അവിടെ പാളയം ഇറങ്ങണം, അങ്ങനെയെല്ലാം പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതെല്ലാം പറയുന്നത് എവിടെയാണ്? ഹോരേബി വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരാൾ ഒരിക്കൽ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അതായത് നമ്മുടെ ഒരു വീഡിയോയുടെ അടിയിൽ കമൻസിലാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ പറയുന്ന രീതിയിലാണെങ്കിൽ ഈ മിസ്രൈം വിടുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക, അതാണല്ലോ കാണിക്കുന്നത്. ഫറവോനുമായിട്ടുള്ള ബന്ധം വിടർത്തി നമ്മൾ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു എന്ന് വെച്ചാൽ പാപലോകത്ത് നമ്മൾ പുറത്തേക്ക് വരുന്നു, സ്വാതന്ത്ര്യം പ്രാപിച്ചു. നമ്മളങ്ങനെ ചെങ്കടലിൻ്റെ കരയ്ക്ക് വരുന്നു എന്ന് വെച്ചാൽ നാം വിശ്വാസ സ്നാനത്തിന് ഇറങ്ങാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മൾ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച് പിന്നത്തേതിൽ നമ്മൾ നടന്ന് മാറായിലെത്തുന്നു, അങ്ങനെ നമ്മൾ എലീമിലെത്തുന്നു, അവിടുന്ന് റെഫീദീമിലെത്തുന്നു, അങ്ങനെ നമ്മൾ നടന്ന് ഹോരേബിലെത്തുന്നു. ഞാൻ അന്തം വിട്ടുപോയി. ഈ സഹോദരൻ്റെ കണ്ടുപിടുത്തം ഭയങ്കര കണ്ടുപിടുത്തമാണല്ലോ എന്ന്. പുള്ളി റോമാലേഖന 6-ാം അധ്യായം ഒന്നും ഒരിക്കലും വായിച്ചിട്ടില്ല. ഭയങ്കര ആധികാരികമായ കമൻ്റാണ് പുള്ളി എഴുതി വരുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളെ ശടിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ ആ ദിവസങ്ങളിലെ മെസ്സേജിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: രക്ഷ സൗജന്യമാണ്, അൺകണ്ടീഷണലാണ്. അവിടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നോ അങ്ങനത്തെ ഒരു കാര്യവും പറയുന്നില്ല. അത് നിങ്ങൾ ക്രൂശ് എടുക്കണമെന്നോ, നുകത്തിൻ കീഴിലായിരിക്കണമെന്നോ, വിശുദ്ധ ജീവിതം നയിക്കണമെന്നോ,
പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നോ നിങ്ങൾ സ്വോത്രകാഴ്ച കൊടുക്കണമെന്നോ ഇങ്ങനെയുള്ള ഒരു കാര്യവും സുവിശേഷ പ്രസംഗത്തിലില്ല. രക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കേൾവിക്കാരനെ രക്ഷകനെ പരിചയപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിലാണത് സംഭവിക്കുന്നത്. അങ്ങനെ അവൻ രക്ഷകനെ പരിചയപ്പെട്ട് അടുത്തപടി അവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ചില കണ്ടീഷൻസൊക്കെ വയ്ക്കുമെന്ന്. അതെന്താ? ഇവിടെ ക്രിസ്തുവിൻ്റെ കർത്തൃത്വം നിങ്ങൾ അംഗീകരിക്കണം, ലോഡ്ഷിപ്പ്. ഇവിടെ നിങ്ങൾ സെയിൽ ഡീഡിൽ ഒപ്പിടേണ്ടതുണ്ട്. ഇവിടെ കണ്ടീഷൻസാണ് അതൊക്കെ. ഇവിടെ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് നിങ്ങളോട്. മുൻപോട്ടുള്ള യാത്രയിൽ നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം. നിങ്ങൾക്കായി ജീവിക്കാൻ പാടില്ല. നിങ്ങൾ പാപത്തിന് മരിച്ചു കഴിഞ്ഞു. നിങ്ങളിവിടെ ലോകത്തിനും കൂടെ മരിക്കുകയാണ്. പാപസംബന്ധമായി മരിച്ചെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നല്ലോ. നിങ്ങളിവിടെ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിനും കൂടെ മരിക്കുകയാണ്. തുടർന്നുള്ള യാത്രയിൽ നിങ്ങളുടെ സ്വയത്തിൻ്റെ മരണം ദിനം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. അത് യാത്രയിൽ സംഭവിച്ചോളൂ. ഇപ്പോൾ ആദ്യപടി എന്നോണം പാപസംബന്ധമായി മരിച്ചു, പിന്നെ ലോകത്തിന് നിങ്ങൾ മരിക്കുന്നു, നിങ്ങൾ സ്നാനത്തിന് തയ്യാറാകുന്നു, അങ്ങനെ സ്നാനത്തിലേക്ക് വരുന്നു. അങ്ങനെ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നോക്കണം, അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താ? സ്നാനത്തിൻ്റെ മുൻകുറിയാണ് ഇസ്രായേൽ ചെങ്കടൽ കടക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ ചെങ്കടൽ കടന്ന് പിന്നെ കുറേ നടന്ന് ഒരു ഹോരേബിൻ്റെ അടിവാരത്തിൽ വന്നു. അപ്പം നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ് കുറേ നടന്നല്ലേ ഹോരേബിൻ്റെ അവിടം വരെ വരുന്നതെന്നാണ് ചോദ്യം. ഭയങ്കരമായിട്ട് ഞാൻ ചിരിച്ചുപോയി. അദ്ദേഹം കണ്ടെത്തിയത് എന്താ? സ്നാനത്തിന് മുൻകുറിയാണ് ചെങ്കടൽ കിടക്കുന്നതെങ്കിൽ ചെങ്കടലിൻ്റെ അവിടെ നിന്ന് ഹോരേബ് വരെ കുറേ ദൂരമുണ്ടല്ലോ, അവിടം വരെ ഡ്രൈവ് ചെയ്ത് വരണ്ടേ? അങ്ങനെ ഞങ്ങൾ കുറച്ചു കാലം കൊണ്ട് ജീവിച്ചതിന് ശേഷം ഞങ്ങൾ ഈ പറഞ്ഞ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ അനുസരിച്ചാൽ പോരെ? അതുവരെ ഫ്രീ ആയിട്ട് വിട്ടുകൂടെ എന്നാണ് ചോദിക്കുന്നത്. മനുഷ്യന്മാരുടെ ചിന്തകൾ നോക്കി. നമ്മൾ ദൈവവചനം പഠിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ? അതായത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താ? പാപസംബന്ധമായി മരിച്ചെന്ന് മനസ്സിലായ നമ്മെ കുഴിച്ചിടാൻ കൊണ്ടുപോവുകയാണ്. കുഴിച്ചിടുക എന്നൊക്കെ പറഞ്ഞാൽ സംസ്കരിക്കാൻ കൊണ്ടുപോവുകയാണ്. കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞാൽ ഫ്യൂണറൽ സർവീസിന് കൊണ്ടുപോവുകയാണ്, ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി നമ്മളെ അടക്കുകയാണ്. ആ ജലക്കല്ലറയിൽ നമ്മളെ അടക്കുകയാണ്. ആ ജലക്കല്ലറയിൽ നമ്മളെ അടക്കി കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. 1 മാസം കഴിഞ്ഞാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. തൽക്ഷണം നാം ഉയർത്തെഴുന്നേൽക്കുകയല്ലേ? പുനരുദ്ധാന ശക്തിയാൽ നാം ഉയർത്തെഴുന്നേറ്റ് വരുന്നത് എങ്ങോട്ടാ? ഈ ഹോരേബിൻ്റെ അനുഭവത്തിലേക്കല്ലേ വരുന്നത്? പുനരുദ്ധാന ശക്തിയാൽ നാം ഉയർത്തെഴുന്നേറ്റ് വരുന്നത് എങ്ങോട്ടാ? ഈ ഹോരേബിൻ്റെ അനുഭവത്തിലേക്കാണ് വരുന്നത്. ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. അവിടെ മുതൽ ജീവൻ്റെ പുതുക്കത്തിലാണ് നടക്കേണ്ടത്. റോമർ 6 അടുത്ത വാക്യം അങ്ങനെയാണ് കാണുന്നത്. ഇനി നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് ഈ പുനരുദ്ധാന ശക്തിയാൽ നമ്മെ ഉയർപ്പിച്ചത്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്ന വ്യക്തി, ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പാലിക്കണ്ടേ? ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, നമ്മൾ ഈ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ കർത്താവിനെ അനുഗമിക്കാനല്ലേ തുടങ്ങുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ മരുവാസം അവിടെയാണ് ആരംഭിക്കുന്നത്. സ്നാനം കഴിഞ്ഞാൽ മരുവാസം ആരംഭിക്കുകയാണ്. എന്താ മരുഭൂമി കാണിക്കുന്നത്? മരുഭൂമി എന്ന് പറയുന്നത് നോക്കത്താ ദൂരത്തോളം നീണ്ടു പരന്ന് കിടക്കുകയാണ്. ചില സമയത്ത് മുൻപോട്ട് പോകുന്തോറും ഇടത്തോ വലത്തോ ഒന്നും കാണാനുണ്ടാകില്ല. ഒരു ഏകാന്തതയായിരിക്കും. ആ ഏകാന്തത നമ്മൾ മുൻകാലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഏകാന്തതയും ആ മരുഭൂമിയുടെ അനുഭവം ഒക്കെ എന്താ നമുക്ക് സമ്മാനിക്കുന്നത്? അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ ബൈബിൾ കോളേജ് ഉള്ളത്. യേശുക്രിസ്തുവിൻ്റെ ബൈബിൾ കോളേജിലേക്കുള്ള അഡ്മിഷനാണ് അവിടെ ലഭിക്കുന്നത്. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇടവും വലവും ഒക്കെ അടയ്ക്കും, ഫ്രണ്ടും ബാക്കും അടയ്ക്കും. പിന്നെ ആകെ തുറന്നിരിക്കുന്നത് മുകൾ തട്ട് മാത്രമേ തുറന്നിരിപ്പുള്ളൂ. പിന്നെ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക സകല കാര്യത്തിനും. അവിടെ നിന്നാണ് നമ്മുടെ ഉദ്ധാരണങ്ങൾ വരുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ നടത്തിപ്പിന് ആവശ്യമായ ആലോചനകൾ വരുന്നത്. അങ്ങനെ നമ്മളെ അഭ്യസിപ്പിക്കുന്ന കാലമാണത്. അഭ്യസിപ്പിക്കുന്ന കാലമാണ്. അപ്പോൾ ഇത് കുഞ്ഞുകളിയല്ല, ഇത് ഗൗരവമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇസ്രായേലിൻ്റെ ക്യാമ്പ് മുൻപോട്ട് മാർച്ച് ചെയ്യുന്ന ആ ഒരു രീതി മനസ്സിലാക്കാനാണ് ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചത്. അവരങ്ങനെ ആദ്യമായിട്ട് യാത്ര പുറപ്പെടുകയാണെന്ന് പറഞ്ഞാൽ അർത്ഥം, ഹോരേബ് മുതലാണ് അവരുടെ പാളയം എങ്ങനെയായിരിക്കണം, സിസ്റ്റമാറ്റിക്കായിട്ട് പോകേണ്ട രീതികൾ. 3 ഗോത്രങ്ങൾ ഇടതും വലതും തെക്കും വടക്കും ഒക്കെ ആയിട്ട് പാളയം ഇറങ്ങുന്ന രീതി പറഞ്ഞു കൊടുത്തത്. സമാഗമന കൂടാരത്തിൻ്റെ മുൻപ് കിഴക്ക് ഭാഗത്താണ് മോശയും അഹ്റോനും പാർക്കേണ്ടത്. അല്ല,
ഈ ഹോരേബി വന്നപ്പോഴല്ലേ സമാഗമന കൂടാരം പണിയാനുള്ള നിയോഗം ലഭിച്ചത്. അവിടെയല്ലേ അത് പണിതത്. അതിനു മുമ്പ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് സമാഗമന കൂടാരം ഒന്നും കൂടെ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ മോശയും അഹ്റോനും ഇന്ന സ്ഥലത്ത് പാളയം അടിക്കണമെന്ന് എങ്ങനെ പറയും? അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങൾക്ക് ഒരു തെളിമ വന്നു. അതാണ് രക്ഷയും സ്നാനവും ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ലഭിക്കുന്ന ആഴം. രക്ഷിക്കപ്പെട്ടു എന്നാണ് ചിലർ പറയുന്നത്. എവിടെയാണ് ഇപ്പോൾ കൂട്ടായ്മ? ഞങ്ങൾ മർത്തോമേ തന്നെയാണ്, ഞങ്ങൾ മർത്തോമേല. പിന്നെ നിങ്ങളോ? ഞങ്ങൾ ഓർത്തഡോക്സിലാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടണ്ടേ? പണ്ട് പെട്ടതാ പാസ്റ്ററെ. ആര് പറഞ്ഞു പണ്ട് പെട്ടതാന്ന്? പണ്ട് നിങ്ങളെ പെടുത്തിയതാ. ആരാണ്ടൊക്കെ കൂടി നിങ്ങളെ പെടുത്തിയതാണ്. ആരാണ്ടല്ലോ, പണ്ട് നിങ്ങളുടെ അമ്മയപ്പന്മാരും സ്വന്തക്കാരും കൂടി നിങ്ങളെ അങ്ങ് പെടുത്തിയതാ. അല്ലാതെ നിങ്ങൾ മനഃപൂർവ്വം പെട്ടതല്ല, അല്ലേ? പണ്ട് 56-ാം ദിവസം കൊണ്ടുപോയി പെടുത്തിയതല്ലേ അത്. ചുമ്മാ കുറേ വെള്ളം തളിച്ചിട്ട് നിങ്ങൾ സ്നാനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു, നിങ്ങളത് വിശ്വസിച്ചു. അന്നല്ല, പിന്നെ വിശ്വസിച്ചു. അന്നങ്ങനെ വെള്ളം തളിച്ചിട്ടുണ്ട്, ആ വെള്ളമൊക്കെ ഉണങ്ങിപ്പോയി. അതിൻ്റെ ഒരു പച്ചയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാലിപ്പോൾ കാര്യങ്ങൾ ഞങ്ങൾ തെളിച്ച് ഈ പറയുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിയുന്ന ആ ആദ്യാനുഭവങ്ങൾ അവിടെ കാര്യമായ കാര്യങ്ങളൊന്നും പറയുന്നില്ലെന്നേ. സ്നാനപ്പെട്ട് മുൻപോട്ട് വന്നു കഴിയുമ്പോഴാണ് ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ വരുന്നത്. കാര്യങ്ങൾ എങ്ങനെ പാളയം ഇറങ്ങണം, കൂടാരം എങ്ങനെയായിരിക്കും, അങ്ങനെ ഓരോരോ കാര്യങ്ങളും. ഇത് രണ്ടും തമ്മിലുള്ള ആ ഗൗരവം നോക്കി. രക്ഷയും അനുബന്ധമായി സ്നാനവും. പലരും സ്നാനത്തിന് വിമുഖത കാണിക്കാറില്ലേ? സ്നാനത്തിൻ്റെ ഗൗരവം എന്താണെന്നാണ് വിചാരിച്ചത്? ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊന്ന് ചിന്തിച്ചേ. 13-ാം വാക്യം, യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവർ ഇങ്ങനെ ആദ്യമായി യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഞാൻ ആദ്യമായി യാത്ര പുറപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിത് നോക്കുമ്പോൾ പെട്ടെന്ന് ക്ലിക്കാകുന്നത്. മനസ്സിലായോ? ഇനി അതിൻ്റെ 14 മുതൽ കുറച്ച് വാക്യങ്ങളൊന്ന് വായിച്ചേ ഷിജു പാസ്റ്റേ. യഹൂദ മക്കളുടെ കുടിക്കീഴിലുള്ള പാളയം ഗണഗണമായി ആദ്യം പുറപ്പെട്ടു. അപ്പോൾ തിരുനിവാസം അഴിച്ചു താഴ്ത്തി. ഗോശേനിലും മെരാരിലും തിരുനിവാസം ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ആദ്യ യഹൂദ ഗോത്രം യാത്ര പുറപ്പെടുന്നു. അവരുടെ സേനാനായകൻ അവരുടെ കൊടിക്കീഴിൽ, അവരുടെ കൊടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ആ കൊടിയിലെ എംബ്ലം സിംഹമാണ്, സിംഹമുഖമാണ്. അങ്ങനെ അവർ പുറപ്പെടുകയാണ്. ആ സമയത്താണ് തിരുനിവാസം അഴിച്ച് താഴ്ത്തി എന്ന് നമ്മൾ വായിക്കുന്നത്. എത്രാം വാക്യത്തിലാണ്? 17-ാം വാക്യത്തിൽ അല്ലേ? അപ്പോൾ തിരുനിവാസം അഴിച്ച് താഴ്ത്തി. അപ്പോൾ തിരുനിവാസം അഴിച്ച് താഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിലാണ് ഉള്ളത്. അവിടേക്ക് പോകണ്ട, നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ളതാണ്. ഞാൻ ഓടിച്ചങ്ങ് പറയാം. ഇപ്പോൾ പശ്ചാത്തലം മനസ്സിലായല്ലോ. മേഘം നീങ്ങുന്നു. ആദ്യപടി എന്താണ്? മേഘം നീങ്ങുന്നു. മേഘം നീങ്ങിക്കഴിയുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ യഹൂദ ഗോത്രവും അനുബന്ധമായ ഗോത്രങ്ങളും ചേർന്ന് മുൻപോട്ട് മാർച്ച് ചെയ്യുന്നു. അവരങ്ങനെ മുൻപോട്ട് മാർച്ച് ചെയ്യുന്ന സമയത്ത് കൂടാരം അഴിക്കുകയാണ്, സമാഗമന കൂടാരം അഴിക്കുകയാണ്. മേഘം നീങ്ങി. അപ്പോൾ കൂടാരത്തിനകത്തേക്ക് അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ കടന്നു വരുന്നു. വിശേഷാൽ മൂത്തവനായ എലയാസർ കടന്നു വന്ന് തിരശ്ശീല അഴിക്കുന്നു. തിരശ്ശീലയുടെ ഹുക്കൊക്കെ മുകളിലുണ്ടല്ലോ, അത് അഴിച്ചിട്ട് തിരശ്ശീല പെട്ടകത്തിന് മുകളിലേക്ക് ഇടുന്നു. സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിലാണ് ഈ കാര്യമുള്ളത്. അങ്ങനെ പെട്ടകം മൂടുന്നു. പെട്ടകത്തിന് മുകളിൽ പിന്നെ ഇടേണ്ട തകശുതോല, അതിന് മുകളിലിടേണ്ട നീലശീല, ഇതൊക്കെ ഇട്ടിട്ട് പെട്ടകം മൂടുന്നു. പെട്ടകം മൂടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉപകരണങ്ങൾ അതെല്ലാം മൂടുന്നു. അതിനകത്ത് മോസ്റ്റ് ഹോളി ആയിട്ടുള്ള തിങ്സ് ഉണ്ടല്ലോ, വിളക്ക്, മേശ, ഇൻസെൻസ് ഹോൾഡർ, ഇങ്ങനെയൊക്കെ പറയുന്ന പലതും ഉണ്ടല്ലോ. ഇതെല്ലാം പിന്നെ മൂടുന്നു. ഇതെല്ലാം മൂടി തീർന്നു കഴിഞ്ഞിട്ട് ഗെർശോന്യരും മെരാരിരും തിരുനിവാസം ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. പിന്നീട് പറയുന്ന ലേവിയുടെ 2 മക്കളുടെ കാര്യമാണ്, ഗെർശോന്യരെയും മെരാരിയുടെയും കാര്യം. ഈ 2 പേരും ചുമന്നുകൊണ്ട് പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ അവരൊന്നും ചുമക്കുകയല്ല, അവർ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൽ കാണാം. 2-3 അധ്യായത്തിൽ അവരെക്കുറിച്ച് കാണാം. അതായത് ഗെർശോന്യരെ സംബന്ധിച്ച് 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ താഴേക്കുള്ള ഭാഗത്ത് ഈ ലേവിയുടെ പുത്രന്മാരെ കുറിച്ച് പറയുകയാണ്. ആ പുത്രന്മാർ ഓരോരുത്തരും കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവിടെയുണ്ട്. അതായത് ഏറ്റവും മൂത്തവനായ ഗെർശോൻ നോക്കേണ്ടുന്ന കാര്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങളുണ്ട്. അതൊന്ന് വായിച്ചേ. സമാഗമന കൂടാരത്തിൽ ഗെർശോന്യർ നോക്കേണ്ടത് തിരുനിവാസവും കൂടാരവും അതിന്റെ പുറമൂടിയും സമാഗമന കൂടാരത്തിന്റെ വാതിലിലുള്ള മറശ്ശീലയും തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ മറശ്ശീലയും പ്രാകാരവാതിലിന്റെ മറശ്ശീലയും അതിന്റെ എല്ലാ വേലയ്ക്കുമുള്ള കയറുകളും ആകുന്നു. ഗെർശോന്യർ എന്താണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് അവിടെയുണ്ട്. അതിന് താഴെയുള്ള പാരഗ്രാഫിൽ
കെഹാത്ത് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് 33-ാം വാക്യം മുതൽ താഴേക്കുള്ള ഭാഗത്താണ് മെരാര്യർ എന്തെല്ലാമാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗെർശോന്യർ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾ വായിച്ചല്ലോ. നിങ്ങളിത് പിന്നീട് നന്നായിട്ട് വായിക്കണം, ഇതിനകത്തൊക്കെ ഗൗരവമുണ്ട്. അത് കഴിഞ്ഞ് അതിന് 36 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. മെരാര്യർ നോക്കുവാൻ നിയമിച്ചിട്ടുള്ളത് തിരുനിവാസത്തിന്റെ പലക, അന്താഴം, തൂൺ, ചുവട്, അതിന്റെ ഉപകരണങ്ങളൊക്കെയും അത് സംബന്ധിച്ചുള്ള എല്ലാ വേലയും, പ്രാകാരത്തിന്റെ ചുറ്റുമുള്ള തൂൺ, അവയുടെ ചുവട്, കുറ്റി, കയറ് എന്നിവ. ഇനി അതിന് മുൻപുള്ള പാരഗ്രാഫിൽ 27 മുതലുള്ള കാര്യത്തിൽ കെഹാത്ത് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, നമ്പേഴ്സ് ചാപ്റ്റർ 4 വേഴ്സ് 15, ആ 15-ാം വാക്യത്തിനകത്ത് ഈ കെഹാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒറ്റ വാക്യത്തിലുണ്ട്. അവിടെ നമുക്ക് അങ്ങ് കൺക്ലൂഡ് ചെയ്യാം ഭാഗം. യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടി തീർന്ന ശേഷം കെഹാത്തിൽ ചുമക്കുവാൻ വരണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തുടരുത്. സമാഗമന കൂടാരത്തിൽ കെഹാത്തിയുടെ ചുവട് ഇവ തന്നെ. അതിന്റെ 4-ാം വാക്യം കൂടി ഒന്ന് വായിച്ചേ. 4-4 സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച് കെഹാത്തിയുടെ വേല എന്തെന്നാൽ, സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കെഹാത്യരുടെ വേല എന്തെന്നാൽ അതിവിശുദ്ധമായ ഉപകരണങ്ങളെല്ലാം ചുമലിൽ ചുമക്കേണ്ടതാകുന്നു. യാഗപീഠം മുതൽ അകത്തിരിക്കുന്ന പെട്ടകം വരെ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചുമലിൽ ചുമക്കേണ്ടവരാണ്, അവരെ ചുമപ്പാൻ വിളിച്ചിരിക്കുകയാണ്. അതേസമയം നമ്മളിപ്പോൾ വായിച്ചു ഗെർശോന്യരുടെ കാര്യവും മെരാര്യരുടെ കാര്യവും. അവരെ സംബന്ധിച്ച് 10-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് അവരുടെ ചുമട് ഇങ്ങനെയൊക്കെയാണെന്ന് അവിടെ വായിച്ചത്. പക്ഷേ ഈ രണ്ട് കൂട്ടരെ സംബന്ധിച്ച് അവരങ്ങനെ അധികം ചുമക്കൊന്നൊന്നുമില്ല. ആ കാര്യത്തെക്കുറിച്ച് സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അതിൻ്റെ തുടക്കത്തിൽ ഇസ്രായേൽ പ്രഭുക്കന്മാർ വഴിപാടായിട്ട് പല കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന വഴിപാടുകളെക്കുറിച്ച് നമ്മൾ കാണുകയാണ്. അതിന് 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 3 മുതൽ 8 വരെയുള്ള വാക്യം ഇത്തിരി നീണ്ടു കിടക്കും. അതായത് ചാപ്റ്റർ 7 വേഴ്സ് 3 to 8 വായിച്ചേ. അവർ വഴിപാടായി ഈ 2 പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും ഓരോരുത്തർ ഓരോ കാളയും, ഇങ്ങനെ കൂടുള്ള 6 വണ്ടിയും 12 കാളയും യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, അവരുടെ പക്കൽ നിന്ന് അവയെ വാങ്ങുക, അവ സമാഗമന കൂടാരത്തിന് ഉപയോഗത്തിലിരിക്കട്ടെ, അവയെ ലേവിയിൽ ഓരോരുത്തര് അവനവന്റെ വേലയ്ക്ക് തക്കവണ്ണം കൊടുക്കണമെന്ന് കൽപ്പിച്ചു. മോശ വണ്ടികളെയും കാളകളെയും വാങ്ങി ലേവിയർക്ക് കൊടുത്തു. 2 വണ്ടിയും 4 കാളയെയും അവൻ ഗെർശോന്യർക്ക് അവരുടെ വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. 4 വണ്ടിയും 8 കാളയും അവൻ മെരാര്യർക്ക് പുരോഹിതനായ അഹരോന്റെ പുത്രൻ ഇത്തമാറിന്റെ കൈക്കീഴ് അവർക്കുള്ള വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. കെഹാത്യർക്ക് അവനൊന്നും കൊടുക്കില്ല. അവരുടെ വേല വിശുദ്ധമന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതുമായിരുന്നു. അത് 9-ാം വാക്യമാണ്. 8 വരെയാണ് വായിക്കാൻ പറഞ്ഞത്. 8 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ ഗെർശോന്യർക്ക് വഴിപാടായിട്ട് എന്താ കൊടുത്തത്? 2 വണ്ടിയും 4 കാളയും ഗെർശോന്യർക്ക് കൊടുത്തു. മെരാര്യർക്ക് 4 വണ്ടിയും 8 കാളയും കൊടുത്തു. അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറയുന്നത് കെഹാത്യർക്ക് ഒന്നും കൊടുത്തില്ലെന്ന്. കെഹാത്യർക്ക് ഒന്നും കൊടുത്തില്ല. അതിൻ്റെ കാരണം എന്നാ? കെഹാത്യർക്ക് ഒന്നും കൊടുത്തില്ല. അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതുമായിരുന്നു. എല്ലാവർക്കും തുല്യ നിലയിലല്ല ഇത് കൈകാര്യം ചെയ്തത്. തുല്യ നിലയിലാണോ കൈകാര്യം ചെയ്തത്? ഗെർശോന്യർക്ക് 2 വണ്ടിയേ കിട്ടിയുള്ളൂ. അവർക്ക് വേണമെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെയിറ്റ് ചെയ്യാവുന്നതാണ്. നിശ്ചയമായിട്ടൊരു 40 ദിവസമൊക്കെ ഇരിക്കാം. ഏതെങ്കിലും വിധത്തിലൊക്കെ അറിഞ്ഞു കേട്ടൊക്കെ വരില്ലേ മെരാര്യർക്ക് 4 വണ്ടി കിട്ടി 8 കാളയും കിട്ടി എന്നുള്ളത്. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെർശോന്യരുടെ വീട്ടിലുള്ള അവരുടെ ഭാര്യമാർ വെറുതെ ഇരിക്കുമോ? അവർ പറയില്ലേ നിങ്ങളിങ്ങനെ നടന്നോ ഈ പാൻറ്റും കോട്ടും ഒക്കെ ഇട്ട് ഒരു പുസ്തകമായിട്ട്? അതേസമയം നോക്കിയേ മെരാര്യരുടെ വീട്ടിൽ 4 വണ്ടി 8 കാളയും. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ കാണും കേട്ടോ. 4 വണ്ടി 8 കാളയൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നോ, പിള്ളേരെത്രയാണെന്നൊക്കെ ഓർത്തോ എന്നൊക്കെയുള്ള കഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. എനിവേ, ഈ ഗൗരവമായ കാര്യം പറയുന്നതിനിടയ്ക്ക് നിങ്ങളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ കുട്ടനാടുകാരൻ പറയുന്ന പോലെയുള്ള ജോക്കല്ല കേട്ടോ. ഇത് സാധാരണഗതിയിലൊക്കെ കേട്ടുകേഴ്വിയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എനിവേ, ഇതിലെ അന്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതായത് പുതിയ നിയമ ശുശ്രൂഷയോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ പാസ്റ്റേഴ്സിനെ കാണാം, അവിടെ സുവിശേഷകരെ കാണാം, അവിടെ ഉപദേഷ്ടാക്കന്മാരെയൊക്കെ കാണാം.
ദൈനംദിനം ജനവുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആൾക്കാരാണ് അവർ. പാസ്റ്റേഴ്സ്, അതുപോലെ സുവിശേഷകർ, പിന്നെ ഉപദേഷ്ടാക്കന്മാർ. ഇവരുടെ ഓരോരുത്തരുടെയും വേല സംബന്ധിച്ച് വ്യത്യസ്തതകളുണ്ട്, വേല സംബന്ധിച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഗർശോന്യർക്ക് ലഭിച്ചതുപോലെയല്ല മെരാരിയർക്ക് ലഭിച്ചത്. ഇനി അവർ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഏതേതെല്ലാമാണെന്നും കൂടെയൊക്കെ വിശദീകരിച്ചാലാണ്. അത് വിശദീകരിച്ച് കഴിഞ്ഞാൽ സമയം ഒത്തിരി പോകും. അത് ഓരോന്നും എടുത്ത് അത് കേട്ടിരിക്കാനായിട്ട് അത്ര രസമുള്ള കാര്യങ്ങളുമല്ല. അതാണ് ചില ഭാഗമൊക്കെ ഞാൻ വിട്ടുകളയുന്നത്. ഇത് കേൾവിക്കാരെയും കൂടെ നമ്മൾ പരിഗണിക്കണമല്ലോ. ഇപ്പോൾ ഇത് വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിലെ ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ തലയൊക്കെ നരയ്ക്കും. അതുകൊണ്ടാണ് അത്രയും നമ്മൾ കടന്നു പോകാത്തത്. ഈ മിനിമം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ അകത്ത് കത്തണം. എന്താ കത്തേണ്ടത്? കെഹാത്തിനെ സംബന്ധിച്ച് ഒന്നും കൊടുത്തില്ല. കാരണം അവരുടെ വേലയെന്ന് പറയുന്നത് അതിവിശുദ്ധമായ കാര്യങ്ങളെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എങ്ങനെയാ? അവർ ചുമലിൽ ചുമക്കുകയാണ്. മറ്റവൻ്റെ വണ്ടി കണ്ടിട്ട് ഇവൻ സ്വപ്നം നെയ്യേണ്ട ആവശ്യമില്ല. അവൻ്റെ ശുശ്രൂഷയല്ലെന്ന് ഇവൻ്റെ ശുശ്രൂഷകളിൽ വ്യത്യാസമില്ലേ? ശുശ്രൂഷകളിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. എനിവേ, ആ 10-ാം അധ്യായത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇത്രയും കാര്യം പറയാനിടയായത്. അപ്പം നമ്മൾ എന്താ ഇതിലൂടെ കണ്ടത്? ഇസ്രായേലിൻ്റെ ക്യാമ്പ് മൂവ് ചെയ്യുന്ന സമയത്ത് യഹൂദ ഗോത്രവും അനുബന്ധ ഗോത്രങ്ങളും ആദ്യം മൂവ് ചെയ്യും. ആ സമയത്ത് തന്നെ സമാഗമന കൂടാരം താഴ്ത്തുക മീൻസ് അതിലെ തിരശ്ശീല അഴിക്കുന്നു, പെട്ടകം മൂടുന്നു, ഓരോരോ ഉപകരണങ്ങൾ മൂടുന്ന കാര്യം, പിന്നീട് മൂടുശീലകൾ അഴിക്കുന്നു, പലക അത് ഡിസ്മാൻഡിൽ ചെയ്യുന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഗർശോന്യർ അവർക്ക് ലഭിക്കപ്പെട്ട ഉത്തരവാദിത്വം അനുസരിച്ച് അവരുടേതായ ഈ കാര്യങ്ങളൊക്കെ അവർ കാളവണ്ടിക്കകത്ത് കയറ്റുന്നു. പിന്നീട് മെരാരിയർ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം അവരതെല്ലാം പലകയാകട്ടെ തൂണാകട്ടെ അതൊക്കെ അവർ കാളവണ്ടി പുറത്ത് കയറ്റുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇനി 10-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടെ വരാം. വേഗം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ 10-ാം അധ്യായത്തിലേക്ക് വന്ന് 17-ാം വാക്യം മുതൽ തന്നെ ഒന്ന് താഴേക്ക് വായിച്ചേ. അപ്പോൾ തിരുനിവാസം അഴിച്ചു താഴ്ത്തി കർഷകരും മെരാരിയരും തിരുനിവാസം ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. പിന്നെ രൂപന്റെ കുടിക്കീഴിലുള്ള പാളയം ഗണഗണമായി പുറപ്പെട്ടു. അപ്പോൾ കെഹാത്യർ വിശുദ്ധ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. ഇവർ എത്തുമ്പോഴേക്കും തിരുനിവാസം നിവർത്തി കഴിയും. അത് കഴിഞ്ഞിട്ട് 22 കൂടി അങ്ങ് വായിച്ചോ. പിന്നെ എഫ്രൈം മക്കളുടെ കുടിക്കീഴിലുള്ള പാളയം ഗണഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി അമീൽഹൂദിന്റെ മകൻ എലീശാമ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൂടാരം താഴ്ത്തി കഴിഞ്ഞതിന് ശേഷം ഗർശോന്യരും മെരാരിരും തിരുനിവാസം ചുമന്നുകൊണ്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ ഈ കാര്യങ്ങളൊക്കെ കാളവണ്ടി പുറത്തു വെച്ചു. അവരത് മുൻപോട്ട് പോവുകയാണ്. അവർ മുൻപോട്ട് പോയി കഴിഞ്ഞിട്ട് 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അപ്പോൾ കെഹാത്യർ വിശുദ്ധ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. ഈ കാളവണ്ടിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം കെഹാത്യർ അതിവിശുദ്ധമായ ഉപകരണങ്ങളെയെല്ലാം ചുമലിൽ ചുമന്നുകൊണ്ട് അവരും പുറപ്പെട്ടു. ഇവർ എത്തുമ്പോഴേക്കും തിരുനിവാസം നിവർത്ത് കഴിയും. അതായത് ഈ ചുമലിൽ ചുമന്നുകൊണ്ട് വരുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും കാളവണ്ടിയുടെ സ്പീഡ് അവർക്കില്ലല്ലോ, ഒരു ഇച്ചിരി സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ മറ്റവർ കുറച്ച് സ്പീഡിൽ മുൻപോട്ട് പോയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ കൂടാരം നിവർത്തുന്നു. ഈ പലകയും ചുറ്റുമുള്ള തൂണും എന്ന് വേണ്ട ഈ കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നു. അവരത് കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും ഇവരിത് ചുമന്നുകൊണ്ട് അവിടെ എത്തുകയാണ്. അതായത് മേഘം എവിടെയാണോ നിൽക്കുന്നത് അവിടെയാകട്ടോ കൂടാരം അടിക്കേണ്ടത്, മാറിപ്പോകരുത്. മേഘം എവിടെ നിൽക്കുന്നു അവിടെയാണ് ഇവർ ചുമന്നുകൊണ്ട് ചെല്ലുന്നത്. അങ്ങനെ മുൻപോട്ട് ചെന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അവരുടെ പാളയം മൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇനിയും അവിടെയൊക്കെ വാക്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പറയേണ്ടതുണ്ട്. അപ്പോൾ അത് കൂടുതൽ വിശദമാക്കാൻ ഞാൻ പോകുന്നില്ല. കഴിഞ്ഞ ആഴ്ച പറയാത്തതുകൊണ്ടാണ് ഇത്രയും കടത്തി പറഞ്ഞത്. അപ്പോൾ ഇസ്രായേലിൻ്റെ പാളയം മുന്നോട്ട് നീങ്ങുന്നതും കൈകാര്യം ചെയ്യുന്നതുമായ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിലൂടെ കണ്ടത്. ഇനി നമുക്ക് സംഖ്യാപുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം കൂടെ ഒന്ന് വായിക്കാം. 2-3 വാക്യം കൂടെ. സകല കുഷ്ഠരോഗിയെയും സകല ശ്രമക്കാരനെയും ശവത്താൽ അശുദ്ധനായ ഏവനെയും പാളയത്തിൽ നിന്ന് പുറത്താക്കുവാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുക. ആണായാലും പെണ്ണായാലും അവരെ പാളയത്തിൽ നിന്ന് പുറത്താക്കണം. ഞാൻ അവരുടെ മധ്യ വസിക്കിയാൽ അവർ തങ്ങളുടെ പാളയം അശുദ്ധമാക്കരുത്. അപ്പോൾ ഈ 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ചില പ്രത്യേക കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കുഷ്ഠരോഗി മുതലങ്ങ് പറയുകയാണ്, അങ്ങനെയുള്ള ആളുകളെ പാളയത്തിന് പുറത്താക്കണമെന്നാണ് പറയുന്നത്. ഞാൻ അവരുടെ മധ്യ വസിക്കുന്നതുകൊണ്ട് അവരുടെ പാളയം അശുദ്ധമാക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗൗരവമായൊരു കാര്യമാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ പാളയവുമായി ബന്ധപ്പെട്ട് ഇന്നിന്ന കാര്യങ്ങളെ കണ്ടാൽ അവരെ പാളയത്തിന് പുറത്താക്കണം
ഞാൻ അവരുടെ നടുവിൽ വസിക്കുന്നു. ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ ആദ്യം വായിച്ച വാക്യം ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ആവർത്തന പുസ്തകം 23:14. നിങ്ങൾ അശുദ്ധി കണ്ടിട്ട് നിൻ്റെ ദൈവമായ യഹോവ നിന്നെ വിട്ടു പോകാൻ ഇടവരരുത്. നിൻ്റെ പാളയം എപ്പോഴും ശുദ്ധമുള്ളതായിരിക്കണം. പാളയം ശുദ്ധമുള്ളതായിരിക്കണം. അപ്പോൾ ഇസ്രായേലിൻ്റെ പാളയത്തെക്കുറിച്ചൊരു ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. പിക്ചറൊന്നും കാണിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. ആ പിക്ചർ നിങ്ങളുടെ ഭാവനയിലേക്ക് കൊണ്ടുവരിക. ഇസ്രായേലിൻ്റെ പാളയം, അവരങ്ങനെ ഒരു 6 കിലോമീറ്റർ റേഡിയസിൽ പാളയമടിച്ച് കിടക്കുകയാണ്. വിശുദ്ധന്മാരുടെ പാളയം എന്നൊരു മറുപേരും കൂടെ ഞാൻ അതിന് കൊടുക്കുകയാണ്. വിശുദ്ധന്മാരുടെ പാളയം, ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തിൻ്റെ പാളയമാണത്. അവരുടെ നടുവിൽ തേജോമയനായ ദൈവം. അതിന് വെളിയിലാണ് മുഴു ലോകവും. ഈ പാളയത്തിന് വെളിയിൽ മുഴു ലോകവും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ പാളയത്തിന് വെളിയിലാണ് സകല ശത്രു രാജ്യങ്ങളും. ഇസ്രായേൽ എന്ന് പറയുന്ന നേഷൻ ഇവിടെ പാളയമടിച്ച് കിടക്കുകയാണ്. അവരൊരു രാഷ്ട്രമായിട്ടാണല്ലോ വിളിച്ചിരിക്കുന്നത്. അവർക്ക് ചുറ്റും ശത്രു രാജ്യങ്ങളുണ്ട്. ഈ ശത്രു രാജ്യങ്ങളെ ഒന്നും ഇസ്രായേൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇസ്രായേൽ ഭയപ്പെടേണ്ടത് ആരെ മാത്രമാണ്? അവരുടെ പാളയത്തിന് നടുവിലുള്ള തേജോമയനായ ദൈവത്തെ മാത്രം ഇസ്രായേൽ ഭയപ്പെട്ടാൽ മതി. അതുപോലെ തന്നെ പെന്തിക്കോസ്തുകാർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുക്കാവുന്നേ ഉള്ളൂ. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ടാക്സ് അശേഷം കൊടുക്കേണ്ട കാര്യമല്ല ഇത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്നവൻ ജീവനുള്ള സത്യേക ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി. വേറെ വരത്തുപോക്കല്ലാത്തതിനെ ഒന്നും അവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമല്ലോ. ഞാൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നതിന് ശേഷം കേട്ട ഒരു കാര്യമാണ്. അതിനു മുമ്പ് ജീവിതത്തിൽ കേൾക്കാത്തൊരു കാര്യമാണ് എതിർ പ്രാർത്ഥന എന്ന് പറയുന്നൊരു കാര്യം. അതിനു മുമ്പ് കേട്ടിട്ടില്ലേ? ഉണ്ട്. അതിനു മുമ്പ് കേട്ടിട്ടുള്ള കൂടോത്രം എന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ കൂടോത്രം ചെയ്യുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ തങ്ങൾമാരുണ്ട്. തങ്ങൾമാരുടെ അടുക്ക പോകും. തങ്ങൾമാരുടെ അടുക്ക പോകുമ്പോൾ തങ്ങൾമാർ പല കാര്യങ്ങളും ചെയ്യും. ഒരു സമയത്ത് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു വണ്ടി അത് ഇടിയോടിടിയാ. സൂപ്പർ ഫാസ്റ്റ് ഇറങ്ങിയ കാലമാണ്. 90കളിലെ കാര്യം ഞാൻ പറയുന്നത്. സൂപ്പർ ഫാസ്റ്റുമായിട്ടാണ് ഇടിക്കുന്നത്. ഇടിച്ച് തവിട് പൊടിയാക്കി കളയും. എന്നിട്ട് അത് വർക്ക്ഷോപ്പിൽ കയറ്റി, പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത സൂപ്പർ ഫാസ്റ്റ് ഒറ്റ ഇടി. വണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യം വന്നിട്ടില്ല, ഇടിയോടിടി. എൻ്റെ ദൈവമേ, നമ്മൾ തലക്കറങ്ങി പോകില്ലേ? വണ്ടി ഇടിക്കുമ്പോൾ ഇതിങ്ങനെ കിടന്ന് കറങ്ങും. ശരിക്കും കറങ്ങുന്ന നമ്മളാ, വണ്ടിയല്ല. നമ്മൾ കറങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോഴായിരിക്കും പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉരസുന്നതും മുട്ടുമോ തട്ടുമോ ഒക്കെ ചെയ്ത് പിന്നെയും പെയിൻ്റൊക്കെ കളയും. അങ്ങനെ ഞാനങ്ങ് ബേജാറായി പോയായിരുന്നു. അങ്ങനെ വലിയ ദൈവവിശ്വാസമോ കാര്യങ്ങളൊന്നും ഉള്ള ഒരു കാലമല്ലേ പോലും ഒരാൾ എന്നോട് പറഞ്ഞു, മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്, മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ കുറച്ചടുത്ത് ഒരു തങ്ങളുണ്ട്. തങ്ങളെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതിന് പരിഹാരമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സോടെ എനിക്ക് പണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഇവർ ഈ മുട്ടയ്ക്കകത്തും തലമുടിക്കകത്തും ഏതാണ്ടൊക്കെ ചെയ്യുമെന്നൊക്കെ, എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. എന്തായാലും തങ്ങളുടെ അടുക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ തങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓതി എന്തൊക്കെയോ ചെയ്തിട്ട് പറഞ്ഞു, ഒരു തകിട്, ആ തകിട് ഫ്രെയിം ചെയ്ത് വണ്ടിക്കകത്ത് വെക്കണം. കണ്ടിട്ടില്ലേ? ചില ബസ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ഒരു ചെമ്പിൻ്റെ തകിട് ഇങ്ങനെ ഏതാണ്ടൊക്കെ കുത്തി വരച്ച് അതിനകത്ത് വെച്ചേക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി വണ്ടി ഇടിക്കില്ലെന്നാണ് പുള്ളി പറയുന്നത്, ഗ്യാരണ്ടിയാണ് തരുന്നത്. അതിൻ്റെ കൂട്ടത്തിലൊരു വിശേഷാൽ പൂജയുണ്ട്. അത് ഞങ്ങളുടെ ആ ഭാഗത്ത് ഒരു സ്ഥലമുണ്ട്, അതൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ആ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ ഒരു വിശേഷാൽ പൂജയും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. തങ്ങളാണ് പറയുന്നത്. അപ്പം ഞാനോ നസ്രാണിയായ ഞാൻ മിസ്റ്റർ തങ്ങൾ വഴി ആ കാര്യം ചെയ്യണം. അപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഒന്നാന്തരം ഒരു യാക്കോബായക്കാരനാണ്. അപ്പം പുള്ളി പറഞ്ഞു, തങ്ങൾ പറഞ്ഞ കാര്യത്തിന് ഫലം കിട്ടണമെങ്കിൽ പൂജയും കൂടെ നടത്തണമെന്ന് പറഞ്ഞു. എനിക്ക് എന്തോ അതൊന്നും അങ്ങ് തോന്നിയില്ല. ഇടിക്കട്ടെ എന്നുള്ള നിലയിലേക്കായി. അപ്പോൾ ഈ തങ്ങൾക്ക് കൊടുക്കാനുള്ള ചില്ലറ വേസ്റ്റായി പോയി എന്ന് മാത്രം. ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. ഇതൊക്കെ എനിക്കറിയാവൂ. ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് കേൾക്കുന്നത് എതിർ പ്രാർത്ഥനകളുണ്ടെന്ന്. അതൊക്കെ പറയുന്ന ആരാ? വലിയ വചനം അറിയാമെന്ന് പറയുന്ന മണ്ടന്മാരാണ് പറയുന്നത്. എടവേ, എതിർ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അതായത് നമുക്കെതിരെ അവരൊക്കെ എതിർ പ്രാർത്ഥന പ്രാർത്ഥിക്കും, നമ്മളെ തകർത്ത് കളയും, തളർത്തിക്കളയും, അങ്ങനെ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. ശരി, ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ആരോടാ പ്രാർത്ഥിക്കുന്നത്? ജീവനുള്ള ദൈവത്തോടാണോ പ്രാർത്ഥിക്കുന്നത്? ആ ജീവനുള്ള ദൈവം ഒരു വ്യവസ്ഥയില്ലാത്തവനാണോ? നിന്നെ എന്തിനാ സമാഗമന കൂടാരമൊക്കെ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലായോ? ഈ ദൈവം സിസ്റ്റമാറ്റിക്കാണ്, അശുദ്ധിയിൽ പ്രസാദിക്കാത്ത ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ക്യാരക്ടർ അറിയാനാണ് ഇതൊക്കെ പഠിക്കുന്നത്. ആ ദൈവത്തോടാണോ നീ കളിക്കാൻ ചെല്ലുന്നത്? എന്തെന്നാ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഷിജു പാസ്റ്റർ തകർത്ത് കളയണം, എൻ്റെ ശുശ്രൂഷ അങ്ങ് ശരിയായി കൊണ്ടുവരണം,
പുള്ളീനെ ന്യൂസിലാൻഡിൽ നിന്ന് നാട് കടത്തിയാരെ, എനിക്കിനി ന്യൂസിലാൻഡിൽ വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഏത് പിശാചാ കേൾക്കുന്നത്? പിശാച് കേൾക്കും. അല്ലാതെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അങ്ങനത്തെ പ്രാർത്ഥന കേൾക്കുമോ? ഇവിടെ ഞാൻ ഈ ബാംഗ്ലൂരിലൊക്കെ ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസുകാർ സ്ഥിരം പറയുന്നത് കേട്ടിട്ടുള്ളത്, അത് ഞാൻ കേട്ടിട്ടുള്ള സ്റ്റോറി ഒന്ന് തുറന്ന് ഇച്ചിരി തെളിച്ച് പറഞ്ഞേക്കാം. അതായത് പണ്ട് കാലത്ത്, അതായത് ഭാരത ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമോ ഇരുണ്ട ഏടുകളെന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഈ ബാംഗ്ലൂരിലെ പ്രസിദ്ധനായൊരു പെന്തിക്കോസ് പാസ്റ്ററാണ് ശ്രീമാൻ M.A. വർഗീസ്. അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിലെ ഒരു കന്നഡ പാസ്റ്ററാണ്, അതിലെ സീനിയർ പാസ്റ്ററാണ് ശ്രീമാൻ M. രവി അഥവാ മണി രവി എന്ന് പറയും. ഇവർ തങ്ങളിൽ ഒന്നാം പാനിപ്പത്ത് യുദ്ധം പോലെ, അത് രണ്ടാം പാനിപ്പത്താണോ, അങ്ങനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം പോലെ ഒരു യുദ്ധം അങ്ങ് ആരംഭിച്ചു. യുദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, യാക്കോബായ ഓർത്തഡോക്സ് തമ്മിലുള്ള യുദ്ധമുണ്ട് പള്ളി പിടിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട്. 100 വർഷം അവർ യുദ്ധം ചെയ്ത് അതിനേക്കാളൊക്കെ ഭയാനകമായ യുദ്ധം ഇവരും നടത്തിയത്. ഒരു തുണ്ട് ഭൂമിക്കോ ചില അതീശത്വങ്ങൾക്കോ ഒക്കെ വേണ്ടി ഇവർ യുദ്ധം നടത്തിയത്. ആ സമയത്ത് ഇവിടെ മൊത്തത്തിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്, ഇവരൊക്കെ എതിർ പ്രാർത്ഥന നടത്തുമെന്ന്. മറ്റവൻ മുടിഞ്ഞു പോട്ടെ എന്നുള്ള നിലയിൽ എതിർ പ്രാർത്ഥന, മറ്റവൻ മുടിഞ്ഞു പോട്ടെ എന്നുള്ള നിലയിൽ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈ ബാംഗ്ലൂരിൽ വന്ന കാലമായിട്ടോ അത്, ആ സമയത്തൊക്കെ എൻ്റെ തലച്ചോറ് വർക്ക് ചെയ്തിരുന്നു. ചെറിയ യുക്തിയൊക്കെ എനിക്കുണ്ട്. ആ യുക്തിയൊക്കെ വെച്ച് ഞാൻ ചിന്തിച്ചു, ഈ മറ്റേ പുള്ളിക്കാരനെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വലിയവനായ ദൈവം പ്രാർത്ഥിക്കുന്ന അച്ചായോട് പറയാണ്, സബാഷ്, നീ ഇത്രയും കാലം എനിക്ക് വേണ്ടി വേല ചെയ്തതല്ലേ, മറ്റവന് വേണ്ടി നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, അവനെ ഞാൻ നിലംപരിച്ചാക്കി കളഞ്ഞേക്കാം, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അവനെ ഞാൻ ഈ ബാംഗ്ലൂരിൻ്റെ മണ്ണിൽ നിന്ന് ഞാൻ പറപ്പിച്ചേക്കാം എന്ന് ഒരു മറുപടി കൊടുക്കുമോ? അങ്ങനെ ഒരു പ്രാർത്ഥനയായിട്ട് ചെല്ലുന്നവനെ കൈകാര്യം ചെയ്യില്ലേ നമ്മുടെ ദൈവം? ശത്രുവിനെ സ്നേഹിക്കുക, അവന് തിന്മാൻ കൊടുക്കുക എന്ന് പറഞ്ഞൊരു പുസ്തകം കട്ടത്തിലിരിക്കുക. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാൻ പറയാണ്. പിന്നെ എന്തൊക്കെയാ? പിന്നെ അതിനോടനുബന്ധിച്ച് പറയാവുന്നത് എല്ലാം പറയണ്ടേ? മറ്റൊരുവനെ ശ്രേഷ്ഠനായിട്ട് കാണാനല്ലേ പറയുന്നത്? തെറ്റായ ഐഡിയോളജികളെയൊക്കെ നമുക്ക് എതിർക്കാം, പക്ഷെ വ്യക്തിഹത്യകൾ പാടില്ല. അവൻ മുടിഞ്ഞു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അത് ഏത് മതസ്ഥനാണെങ്കിലും. അതൊക്കെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. പിന്നീട് ഞാൻ ഒരു ഒക്കേഷനിൽ അത് പറയാം. ഏത് മതസ്ഥനായിക്കോട്ടെ, നിരീശ്വരവാദി ആയിക്കോട്ടെ, ഒരുവൻ്റെയും നാശം കാണുന്നവരല്ല സത്യക്രിസ്ത്യാനികൾ. ഒരുവൻ വീഴുന്നത് കണ്ട് സന്തോഷിക്കുന്നവരല്ല ഒരു ക്രിസ്ത്യാനി. ഒരുവൻ്റെ പരാജയത്തിൽ ആഹ്ലാദിക്കുന്നവരല്ല നമ്മൾ. നമ്മുടെ ആശയങ്ങളും ഉപദേശങ്ങളും നമ്മൾ ഉയർത്തിപ്പിടിക്കുക, അത് വേറെ കാര്യം. അതിനെ ഡിഫെൻഡ് ചെയ്യാനും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനും നമ്മൾ ലെവൽ ബെസ്റ്റ് ഉത്സാഹിക്കും. പക്ഷേ അവന് പോറലേൽക്കാൻ, അവൻ്റെ ഐഡിയോളജിക്കൊക്കെ പോറലേൽക്കാം, പക്ഷെ വ്യക്തിപരമായി അവന് പോറലേൽക്കാൻ പാടില്ല. അവനെ തകർത്ത് കളയുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മൾ കൂട്ടു നിൽക്കില്ല. അതൊരു ക്രിസ്ത്യാനിയുടെ രീതിയല്ല. അപ്പോഴാ സഹോദരങ്ങൾ ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ എതിർ പ്രാർത്ഥന എന്ന് പറയുന്നത് പെന്തക്കോസ്ത് ലോകത്ത് ധാരാളം കേൾക്കുന്നൊരു കാര്യമാണ്. ശരിയായി വചനത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ ആരും അത് കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ, ക്ഷമിക്കണം. അല്ലാത്തൊരു പെന്തക്കോസ്ത് വേൾഡ് ഉണ്ട്. ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് വേൾഡുമായിട്ട് സമരസപ്പെട്ട് അതിനോട് കൈയൊക്കെ കൊടുക്കുന്ന ഇവിടുത്തെ മറ്റ് പെന്തിക്കോസ്തും ഒക്കെ ഉണ്ട്. അവരുടെ ഇടയിലൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാണ് എതിർ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതൊക്കെ ശുദ്ധ ഫൂളിഷ്നെസ് എന്നല്ലാതെ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? ഈ എതിർ പ്രാർത്ഥനയേക്കാളും നല്ലത് മൂവാറ്റുപുഴയിലുള്ള തങ്ങളുടെ അടുക്ക പോവുക, 2 മുട്ടയും മേടിച്ചുകൊണ്ട് പോവുക, കുറച്ച് തലമുടിയായിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു കറുത്ത കോഴീനെയും കൊണ്ട് പോവുക. അതിനാണ് ഈ എഫക്റ്റ് കൂടുതൽ. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനോട് വേറൊരുത്തിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയില്ല. അങ്ങനത്തെ പ്രാർത്ഥന നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇല്ലല്ലോ. ഞാൻ തന്നെ ക്രൂശിൽ കിടന്നപ്പോൾ എന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളാണ്. എന്നോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മറ്റോ മുടിഞ്ഞു പോകണമെന്ന്? നിൻ്റെ സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ നിൻ്റെ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. പെന്തിക്കോസുകാര, നിൻ്റെ തലച്ചോറൊക്കെ ഒന്ന് കഴുകി ശുദ്ധമാക്കേണ്ടതുണ്ട്. സമയമുണ്ടെങ്കിൽ വല്ലപ്പോഴും ഇതുവഴിയൊക്കെ വാ, നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും, കേട്ട് മാനസാന്തരപ്പെട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാളയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇസ്രായേലിൻ്റെ പാളയം ശുദ്ധമുള്ളതായിരിക്കണം. അപ്പോൾ ഈ പാളയം വിശുദ്ധന്മാരുടെ പാളയമാണ്. അങ്ങനെയാണ് അവർ മുൻപോട്ട് പോയത്. ഈ പാളയത്തോടുള്ള ബന്ധത്തിൽ പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തിൽ മറ്റൊരു ഇൻസിഡൻ്റ് ഉണ്ട്. ആ ഇൻസിഡൻറ്റ് നമുക്കറിയാം. 32-ാം അധ്യായത്തിൽ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി താഴ്വരയിൽ. അങ്ങനെ ഒരു കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി. അങ്ങനത്തെ ചില ദുരന്തങ്ങളൊക്കെ അവരുടെ നടുവിൽ സംഭവിച്ചതിന് ശേഷം മോശ കൂടാരം എടുത്ത് ദൂരത്തടിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഞാനതിൻ്റെ വിശദീകരണമൊക്കെ മുൻപ് തന്നിട്ടുണ്ട്.
അത് ഏത് അർത്ഥത്തിലാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നതെന്നും ഒക്കെയുള്ള കാര്യം അന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ആശയം, അതിൽ നിന്നൊരാശയം നമുക്ക് ലഭിക്കുകയാണ്. യെസ്, അതിൽ നിന്നൊരാശയം നമുക്ക് ലഭിക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ ക്യാമ്പ് മലിനമായി. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം മോശയോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം മോശയുടെ കൂടാരത്തിലുണ്ട്. മോശയുടെ കൂടാരത്തെയാണ് ആ സമയത്ത് ഈ സമാഗമന കൂടാരം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാരം പണിതിട്ടില്ല. അപ്പം മോശ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നിൽക്കുന്ന മനുഷ്യനാണ്. അപ്പം മോശയോട് പറയാണ്, നീ കൂടാരം എടുത്ത് ദൂരത്തടിക്കാൻ, നീക്കി അടിക്കാനും അല്ല പറയുന്നത്, ദൂരത്തടിക്കാനാണ് പറയുന്നത്. യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി വരട്ടേന്ന്, അങ്ങനെ ഒരു കാര്യം അവിടെ പറയാണ്. ഇതുപോലെ തന്നെ ചരിത്രത്തിൽ പിന്നെ നമ്മൾ കാണുന്ന പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ക്യാമ്പ്, അതാണ് യെരുശലേം കാണിക്കുന്നത്. യെരുശലേമിൽ സൻഹദ്രീ സംഘമുണ്ട്, ഗമാലിയൽ അവിടെ ഉണ്ടെന്നേ. പിന്നെ ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്, സദൂക്യരുണ്ട് എന്ന് വേണ്ട, അന്നാസുണ്ട്, കയ്യഫാവുണ്ട്, പുരോഹിതവർഗം മുഴുവനും അവിടെയുണ്ട്. എല്ലാം ഉള്ള ഇസ്രായേലിൻ്റെ ക്യാമ്പ്, ഇസ്രായേലിൻ്റെ പാളയം യെരുശലേമിൽ. ആ യെരുശലേമിൽ ഈ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം വാസ്തവമായി കേൾക്കേണ്ടത് പ്രമാണപ്രകാരം നോക്കുകയാണെങ്കിൽ യെരുശലേം ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകത്തിന് മുകളിൽ കൃപാസനത്തിന് മുകളിൽ 2 കെരൂബുകൾ, ആ കെരൂബുകളുടെ നടുവിൽ നിന്നാണ് ദൈവശബ്ദം പുറപ്പെടേണ്ടത്. ആ പുറപ്പെടുന്ന ശബ്ദമാണ് അവിടെ ശുശ്രൂഷകർ വഴി ഇസ്രായേൽ ജനം കേൾക്കേണ്ടത്, അവരറിയേണ്ടത്. എന്നാൽ അവിടെ നിന്നൊരു ദൈവശബ്ദം ഇപ്പോൾ പുറപ്പെടുന്നില്ല. പകരം ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെടുന്നത് എവിടെയാണെന്ന് നമ്മൾ കാണുന്നത്? യോർദാൻ്റെ കരയിൽ. യഹോവയെ അന്വേഷിക്കുന്നവർ എങ്ങോട്ട് വരണം? യെരുശലേം ദേവാലയത്തിലേക്ക് വന്നിട്ട് കാര്യമില്ല. അന്നാസും കയ്യഫാസൊക്കെ എക്സ്പയറി കഴിഞ്ഞിട്ടിരിക്കുക. അതേസമയം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നീ എവിടെ വരണം? നീ യോർദാൻ്റെ കരയിൽ വരണം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ യോർദാൻ്റെ കരയിലേക്ക് വരണം. അപ്പോൾ കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് സിസ്റ്റം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സിസ്റ്റമൊക്കെ ചില സമയത്ത് ചേഞ്ച് ചെയ്യും. സിസ്റ്റം ചേഞ്ച് ചെയ്യുന്ന കാര്യമായി പറയുന്നത്. ഇതുവരെ ഇസ്രായേലിൻ്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അതിന് നടുവിലാണ് യെരുശലേം ദേവാലയം ഉള്ളത്, അല്ലേ? ഈ ലോകത്തിൻ്റെ ഒത്ത നടുക്കാണ് യെരുശലേം എന്ന് പറയുന്നത്. ആ യെരുശലേമിൻ്റെ ചങ്കായ സ്ഥലത്ത്, അഥവാ മോറിയാമലയിൽ അല്ലെങ്കിൽ ഒർന്നാൻ്റെ കളത്തിലാണ് ദാവീദ് ഈ യെരുശലേം ദേവാലയം പണിയാനുള്ള ചട്ടം കൂട്ടിയത്. അവിടെയാണ് ശലോമോൻ അത് പണിത് പൂർത്തിയാക്കിയത്. ഇസ്രായേലിൻ്റെ ക്യാമ്പ് ഇപ്പോൾ അത് മലിനമായിരിക്കുന്ന കാലമാണ്. ആ മലിനമായിരിക്കുന്ന കാലത്ത് യേശുക്രിസ്തു ഗോൽഗോഥായിൽ ഈ ക്യാമ്പിന് വെളിയിൽ ക്രൂശിതനായി തീർന്നു. പിന്നീട് ഞാൻ ഓടിച്ചു പറയുക, ഈ ക്യാമ്പിന് വെളിയിൽ യേശുക്രിസ്തു ക്രൂശിതനായി തീർന്നു. അപ്പോൾ ഇസ്രായേൽ ക്യാമ്പിനകത്ത് യെരുശലേം ദേവാലയമുണ്ട്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സമയത്ത് അവിടെ യെരുശലേം ദേവാലയമുണ്ട്. അതിൻ്റെ പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തിന് ഒരു കേട് സംഭവിച്ചിട്ടില്ല. സംഭവിച്ച 2 കാര്യമുള്ളൂ. ഒന്ന്, വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ തിരിക്കുന്ന തിരശ്ശീല 2ആയി ചിന്തിപ്പോയി. രണ്ടാമത്തെ കാര്യം, മഹാപുരോഹിതൻ വസ്ത്രം കീറി. 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, അഹരോൻ്റെ പൗരോഹിത്യം കീറിക്കളഞ്ഞു. 2, ലേവ്യ പൗരോഹിത്യത്തിന് അവിടെ സമാപ്തി വരുത്തി. അങ്ങനെ പുതിയൊരു സംസ്കൃതി പിന്നീട് ആരംഭിക്കുകയാണല്ലോ. നോക്കണം, ഇതിനിടയിൽ സംഭവിച്ച കാര്യമാണ് കർത്താവിൻ്റെ ക്രൂശ് മരണം. ലോകം തള്ളിയ കല്ല് ഗോൽഗോഥായിൽ എല്ലാവരാലും ത്യജിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, തൻ്റെ ശിഷ്യന്മാർ പോലും തന്നെ വിട്ടിട്ട് പോയി. അങ്ങനെ അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അതാണ് റോമലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ലോകം തള്ളിയ കല്ല്. ലോകം അവനെ തള്ളി, ലോകം അവനെ പകച്ചു. രക്ഷ വേണ്ടവർക്ക് അവൻ്റെ അടുക്കൽ വരാം. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ ഈ പാളയത്തെ കാണുന്നത്. ഒന്ന്, വിശുദ്ധന്മാരുടെ പാളയം എന്ന നിലയിൽ ഈ സംഖ്യാപുസ്തകത്തിലെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ചുറ്റും ശത്രു രാജ്യങ്ങളാണ്. അതേസമയം ഈ പറയപ്പെടുന്ന പാളയം, വിശുദ്ധന്മാരുടെ പാളയം, ശുദ്ധമുള്ളതായിരിക്കണം. പിന്നീട് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നാം കാണുന്നത്, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത്രേ നാം അന്വേഷിക്കുന്നത്. നാം ക്രിസ്തുവിൻ്റെ നിന്ന വഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. അങ്ങനെയല്ലേ വായിച്ചത്? നാം ക്രിസ്തുവിൻ്റെ നിന്ന വഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. നാം കഷ്ടം സഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പാളയത്തിന് വെളിയിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഇത് എഴുതിയ ആ കോൺടെക്സ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, എബ്രായ ലേഖനം എബ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതിയതാണെന്ന്. അപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ ആ യെരുശലേം എന്ന് പറയുന്ന ആ ക്യാമ്പ്, അതിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ സംവിധാനങ്ങളൊന്നും നിങ്ങളുടെ രക്ഷയ്ക്ക് ഉതകില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അവിടെയുള്ള സംവിധാനങ്ങളെ, അവിടെ ന്യായശാസ്ത്രിമാരുണ്ട്, സംഘമുണ്ട്,
മഹാപുരോഹിതന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, പരീശന്മാരുണ്ട്, ശാസ്ത്രികളുണ്ട്, സദൂക്യരുണ്ട്, ജനത്തിൻ്റെ ഇടയിലെ പ്രമാണിമാരുണ്ട്, എല്ലാവരും അവിടെയുണ്ട്. യെരുശലേം ദൈവാലയം അവിടെയുണ്ട്. അതിനു മുൻപിൽ അവർ വീണ്ടും യാഗം കഴിക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങളുടെ രക്ഷയ്ക്ക് പര്യാപ്തമല്ല. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ്. ആത്മരക്ഷ ആവശ്യമുണ്ടോ? എബ്രായ ക്രിസ്ത്യാനികളെ, നിങ്ങൾ പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ വരിക. നിങ്ങൾ പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ ഗോൽഗോഥായിലേക്ക് വരിക. അവിടെ പിതാവായ ദൈവം വീണ്ടെടുപ്പുകാരനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ കാത്തിരുന്ന വാഗ്ദത്തത്തിൻ്റെ മശിഹ ക്രൂശിതനായിരിക്കുന്നു. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ആ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പാളയത്തിന് പുറത്തേക്ക് വരുവാനാണ് അവിടെ പറയുന്നത്. ഇതേ കാര്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കും. നമ്മളിൽ പലരും സമുദായ സഭകളിലൊക്കെ വസിച്ചിരുന്നവരാണ്. അതായിരുന്നു നമ്മുടെ ക്യാമ്പ് എന്ന് പറയുന്നത്. ആ ക്യാമ്പിനകത്ത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ഇല്ലായിരുന്നു. നമ്മുടെ പാളയത്തിനകത്തേ അവിടെ സൗമ്യം കാലത്ത് കുറിയലൈസോനൊക്കെ ഉണ്ടായിരുന്നു. വെളിവ് നിറഞ്ഞോ ഈശോ എന്നൊക്കെ പറഞ്ഞ് നീട്ടി പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ പാട്ടൊക്കെ മാത്രമേ ഉള്ളൂ. ക്രൂശിതനായ ക്രിസ്തു അവിടെയില്ല. ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾ അവിടെയില്ല. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അവിടെയില്ല. ക്രൂശിൻ്റെ മൊഴികൾ അവിടെ കേൾക്കുന്നില്ല. ഇതൊക്കെ കേൾക്കാതെ വന്ന കാലത്ത് നമ്മൾ സുവിശേഷം കേട്ടു. ആ സുവിശേഷം കേട്ടുകൊണ്ടിരുന്നപ്പോൾ സുവിശേഷം നമ്മെ മാടി വിളിച്ചത് എങ്ങോട്ടാ? ക്രൂശിങ്കിലേക്കാണ് വിളിച്ചത്. പാളയത്തിന് വെളിയിലേക്കാണ് നമ്മെ വിളിച്ചത്. അന്നുള്ള സോക്കോൾഡ് പാളയത്തിൽ നിന്ന് നാം മനഃപൂർവ്വമായി ഇറങ്ങി തിരിച്ചു. നിന്നെങ്കിൽ നിന്ന, പരിഹാസമെങ്കിൽ പരിഹാസം എന്ന നിലയിൽ നമ്മൾ ഇറങ്ങി തിരിച്ചവരാണ്. നമ്മുടെ പൂർവന്മാരും അങ്ങനെ ഇറങ്ങി തിരിച്ചവരാണ്. അങ്ങനെ പാളയത്തിന് വെളിയിൽ തിരുവായ് മൊഴികൾ നമ്മൾ കേൾക്കുകയാണ്. ഹൃദ്യമായ സ്വരങ്ങൾ കേൾക്കുകയാണ്. മരുഭൂമിയിൽ തൻ്റെ പ്രിയൻ്റെ സ്വരം നമ്മൾ കേൾക്കുകയായിരുന്നു. അങ്ങനെ ആ സ്വരത്തിൽ ആകർഷകരായി നമ്മൾ, അത് ലാവണ്യവാക്കുകളായി നമുക്ക് തോന്നി, അത് ഹൃദ്യമായി നമുക്ക് തോന്നി, അത് തേനിലും തേൻകട്ടയേക്കാളും മാധുര്യമായി നമുക്ക് തോന്നി. അവൻ്റെ വചനങ്ങളെ ഭക്ഷിക്കാൻ നമ്മൾ ആരംഭിച്ചു. അവൻ്റെ വചനത്തിൽ നമ്മൾ രസിക്കാൻ ആരംഭിച്ചു. അല്ലേ? പിന്നീട് നമ്മൾ യഹോവയിൽ തന്നെ രസിക്കാൻ ആരംഭിച്ചു. നമ്മുടെ പ്രാർത്ഥനകളുടെ രീതി മാറി. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ അകക്കണ്ണുകളെ കൂടുതൽ പ്രകാശിപ്പിക്കണമേ എന്നുള്ള നിലയിലേക്ക് പ്രാർത്ഥനകൾ തന്നെ മാറി. അടിമുടി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പാളയത്തിൽ നമ്മൾ ചുമ്മ കുറച്ച് പോത്തിറച്ചിയും വരട്ടി തിന്ന് ഏമ്പക്കം വിട്ട് നടന്ന മനുഷ്യരാ. ആ നമ്മളാണ് പാളയത്തിന് വെളിയിലേക്ക് വന്ന് പിന്നത്തേതിൽ കീറപ്പായിൽ മുഴങ്കാലിലിരുന്ന് ആത്മാവിൽ ആരാധിക്കാൻ ആരംഭിച്ചത്. ഇടംബലം നോക്കാതെ അവൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് മതി വരുവോളം പറഞ്ഞു നമ്മൾ. അല്ലേ? മതി വരുവോളം പറഞ്ഞു. അവൻ ബലവാനാണ്, അവൻ സർവശക്തനാണ്, അവൻ മരണമില്ലാത്തവനാണ്, അവൻ മരണത്തെ അതിജീവിച്ചവനാണ്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കയ്യിലുള്ളവൻ. അയ്യോ, പറഞ്ഞിട്ടും നമുക്കങ്ങ് തീർന്നില്ല. പറഞ്ഞിട്ടും നമ്മുടെ കൊതിയങ്ങ് മാറുന്നില്ലായിരുന്നു. ഇന്നലകളിൽ നമ്മൾ എന്തൊക്കെയോ എന്താ പറയുക, ഇന്നലകളിൽ നമ്മൾ എന്തൊക്കെയോ ഉണങ്ങിയതും വരണ്ടതും പൊളിച്ചതും വളിച്ചതും ഒക്കെ കഴിച്ച് നടന്ന മനുഷ്യരാണ്. ഇന്ന് നമ്മൾ ആവോളം ഭക്ഷിക്കുകയാണ്. തീയിൽ ചുട്ട മാംസമാണ് ഭക്ഷിക്കുന്നത്, കയ്പ് ചീരയോടുകൂടെ. കയ്പൊന്നും നമുക്കിന്നൊരു കയ്പല്ല. തീയിൽ ചുട്ട മാംസം, പുളിപ്പില്ലാത്ത അപ്പം, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും. ഇതെല്ലാം പാളയത്തിന് വെളിയിലാണ്. മിസ്രൈമിൽ ഇരുന്നു കൊണ്ട് മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും നടത്തണേ കർത്താവ് എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? നിനക്ക് മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ഒക്കെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവസാന്നിധ്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ചെങ്കടൽ കടക്കണം. നിന്റെ വ്യർത്ഥമായ പാരമ്പര്യങ്ങളെയൊക്കെ താലോലിച്ചുകൊണ്ടിരുന്നാൽ നീ ഇതൊന്നും അനുഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കേട്ടാൽ നിന്റെ തലയ്ക്ക് മീതെ പോവുകയുള്ളൂ. വിശുദ്ധന്മാർ ഇതൊക്കെ കേൾക്കുമ്പോൾ ആത്മാവിലാകും. അവർ ആത്മാവിൽ സന്തോഷിക്കും. എന്തുകൊണ്ടാണ് നിനക്ക് സന്തോഷിക്കാൻ കഴിയാത്തത്? നീ ഇന്നും ചെങ്കടൽ കടന്നിട്ടില്ലെന്നേ. നീ ഇന്നും ഫറവോൻ്റെ ഉമ്മരപ്പടിയിൽ ഇരുന്നു കൊണ്ടാണ് ഫറവോന് ഞാൻ ഇനി അടിമയല്ല എന്ന പാട്ട് പാടുന്നത്. ഫറവോനുമായിട്ടുള്ള ബന്ധമൊക്കെ വിടർത്തിയിട്ട് വിശുദ്ധന്മാരുടെ പാളയത്തിലേക്ക് വാ. ചെങ്കടൽ കടക്ക്, വിശുദ്ധന്മാരുടെ പാളയത്തിലേക്ക് വാ. അതൊരു ആംഗിളിൽ നിന്ന് പറഞ്ഞതാണ്. മറ്റൊരു ആംഗിളിൽ നിന്ന് പറഞ്ഞാൽ, അതായത് ഈ കണ്ടംപററി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയും? ഇന്നത്തെ സോക്കോൾഡ് പാളയങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പുറപ്പെട്ടു വരണം. യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെ പുറപ്പെട്ടു വരണം. അപ്പോൾ കടത്തി ചോദിക്കാം, ഇന്നത്തെ സോക്കോൾഡ് പെന്തിക്കോസ്റ്റ് പാളയമോ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ അതിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടേണ്ട സമയമായി സഹോദരങ്ങളെ. അവിടെയൊന്നും ഒരു ദൈവസാന്നിധ്യമില്ല. കർത്താവ് വാതുക്കെ മുട്ടുക അവിടെയൊക്കെ.
ഇന്നത്തെ ലവദൂക്കിയ പെന്തിക്കോസിൻ്റെ വാതുക്കെ കർത്താവ് മുട്ടുക എന്ന് വെച്ചാൽ കർത്താവ് ഇല്ലെന്നോ ഉണ്ടെന്നോ അങ്ങനെയാണോ? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അകത്ത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവില്ല, ക്രൂശിൻ്റെ ഉപദേശങ്ങളില്ല, ക്രൂശിൻ്റെ വചനങ്ങൾ അവിടെ ഇല്ല. പേരിന് യേശു യേശു എന്നൊക്കെ ഇരുന്ന് മുഴത്തിന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. യേശുവിൻ്റെ ഇഷ്ടങ്ങൾ അവിടെ നടക്കുന്നില്ലെന്നേ. യേശുവിൻ്റെ താല്പര്യങ്ങൾക്കല്ല അവിടെ പ്രാധാന്യം. ക്രൂശിൻ്റെ ഉപദേശങ്ങളല്ല അവിടെ വിഷയം. അവിടെ വേറെ നേരം പോക്കുകളും മാനുഷികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ അതിവൈകാരികമായി ഇളക്കി മറിച്ചിട്ട് അവരെ ഇങ്ങനെ കൊണ്ടു കിടക്കുകയാണ്. എന്നിട്ട് 30-ാം തീയതിയോ 1-ാം തീയതിയോ അവരുടെ സ്വോത്ര കാഴ്ച ആ കവറ് ഇപ്പോൾ കവറല്ലല്ലോ, സ്വൈപ്പ് ചെയ്തേക്കാനാണ് പറയുന്നത്. ഇപ്പോൾ സ്വൈപ്പിങ്ങും പോയി, പിന്നെ എന്നെ ഇപ്പോൾ സ്കാൻ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ പല ചർച്ചകളിൽ എന്തുണ്ട്, അയ്യോ ഇതുള്ള ഒരു പാസ്റ്റർ എന്നെ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്, ആ പാസ്റ്റർക്ക് വിഷമാവും എന്തോ. ആ പാസ്റ്ററോട് എനിക്ക് പറയാനുള്ളത് ചുമ്മാ ഒന്ന് മാനസാന്തരപ്പെട്ടേക്കാനാണ്. എന്താ നിങ്ങളുടെ വിശ്വാസികൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തോ. നിങ്ങൾ അവിടെ ഇങ്ങനെ ഈ സ്കാനറൊക്കെ വെച്ചിരിക്കുമ്പോൾ കടന്നു വരുന്നവരൊക്കെ എന്നാ വിചാരിക്കുന്നത്? ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഇയാൾ പണ്ടാരപ്പെട്ടിയും തുറന്ന്, പണ്ട് യാക്കോബക്കാരനെയും ഓർത്തഡോക്സുകാരനെയും കളിയാക്കിയതാ. പണ്ടാരപ്പെട്ടിയും തുറന്ന് വെച്ചോണ്ട്, ഈ പണ്ടാരക്കുറ്റിയൊക്കെ തുറന്ന് വെച്ചോണ്ട് ഈ കാശൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ പാർട്ടികളാണ്. ഇപ്പോൾ യവന്മാരെല്ലാം സ്കാനറൊക്കെ വെച്ച് ചില്ലറ പരിപാടിയല്ല, എല്ലാം ടെക്നോളജിയൊക്കെ വികസിപ്പിച്ചു. പെന്തിക്കോസൊക്കെ പഴയ കാളവണ്ടിയൊക്കെ കളഞ്ഞു. വെർശോനിലും മെരാരിയും കാളവണ്ടിയിലല്ല കൈകാര്യം ചെയ്യുന്നത്. പെന്തിക്കോസുകാർ സ്കാനർ വെച്ച് കഴിഞ്ഞു. കത്തോലിക്കർ പോലും അത്ര എത്തിയോന്ന് എനിക്ക് സംശയമാണ്. ഭയങ്കര മാറ്റമാണ് പെന്തിക്കോസുകാർക്ക്. പെന്തിക്കോസുകാരുടെ ഇടയിൽ ഒരു തമാശയും കൂടെ പറഞ്ഞാൽ ഇപ്പം അങ്ങ് നിർത്തിയേക്കാം. ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് കേട്ടോ. പെന്തിക്കോസുകാർ അവരുടെ ചർച്ചിനകത്ത് വലിയ കുരിശ് വെക്കുന്നതിനകത്ത് ഭയങ്കര വിമുഖതയുള്ളവരാണ്. ഈ ചർച്ചിൻ്റെ ഭിത്തിയിലൊന്നും അങ്ങനെ കുരിശൊന്നും വെക്കില്ല. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയൊന്നും വെക്കില്ല. ന്യൂ ജനറേഷനിൽ വെക്കും, അല്ലാതെ പെന്തിക്കോസുകാരുടെ ചർച്ചിലൊന്നും അങ്ങനെ വെക്കില്ല. പക്ഷേ അവരുടെ പോഡിയത്തിൽ വേണേൽ കുരിശ് വയ്ക്കാം. ഒരാളൊരിക്കൽ എന്നോട് ചോദിച്ച് എന്നെ വെള്ളം കുടിപ്പിച്ചതാണ്, നിങ്ങളുടെ ചർച്ചുകളിൽ നിങ്ങൾ കുരിശ് വെക്കില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും വെക്കാറില്ലെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ പ്രസംഗപീഠം ഉണ്ടല്ലോ, പോഡിയം, ആ പോഡിയത്തിൽ ഭയങ്കരനൊരു കുരിശ് നിങ്ങൾ വെച്ചിട്ടുണ്ട്. ഭിത്തിയിൽ വെച്ചാൽ നിങ്ങളുടെ ദൈവത്തിന് കോപം, പിന്നെ പോഡിയത്തിൽ വെച്ചാൽ ദൈവത്തിന് സന്തോഷം. എൻ്റെ കർത്താവേ, എന്നാ വർത്തമാനമാവും പറഞ്ഞത്. ഞങ്ങളുടെ പെന്തിക്കോസ് പാത്രന്മാരെ എല്ലാം കളിയാക്കുന്ന രീതിയിലല്ലേ ആ പറഞ്ഞു കളഞ്ഞേ. ഭിത്തിയിൽ വെക്കാൻ ഒരു പാത്രം സമ്മതിക്കില്ല, ഭിത്തിയിലൊന്നും വേണ്ടെന്നാണ് പറയുന്നത്, കുരിശൊന്നും ഇവിടെ വേണ്ട. പക്ഷേ ഈ പ്രസംഗപീഠത്തിലോ വെച്ചാരേ ഒരെണ്ണം വെച്ചാരേ. ഇത്രയൊക്കെ ഉള്ളൂ. ഉപദേശത്തിനും പ്രമാണത്തിനൊക്കെ വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരൊന്നും പല കാര്യങ്ങളും ചിന്തിക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. പല കാര്യങ്ങൾ, പലതിൻ്റെയും സന്ദർഭങ്ങളോ കാര്യങ്ങളോ മനസ്സിലാക്കാതെയാണ് പലതും പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് വന്ന് ഞാനങ്ങ് അവസാനിപ്പിക്കുകയാണ്. പാളയത്തിലെ ജീവിതമുണ്ട്, പാളയത്തിന് വെളിയിലുള്ള ജീവിതമുണ്ട്. 2 രീതിയിലാണ് കാര്യങ്ങൾ. അത് രണ്ടും അതിൻ്റെ രീതി പഠിച്ചോണം. അപ്പോൾ പാളയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ആഴ്ച നമ്മൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലേക്ക് കടക്കുന്നതാണ്. ആ അധ്യായമൊക്കെ നിങ്ങൾ വായിച്ച് ധ്യാനിച്ചുകൊണ്ട് വരിക. കർത്താവ് അനുവദിച്ചാൽ നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകും. അപ്പോൾ ഇന്ന് ചിന്തിച്ച കാര്യങ്ങളെല്ലാം വെളിപ്പാടുകളുണ്ട്, ഗൗരവമായ കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ ഓർത്ത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ഈ പറയപ്പെട്ട കേൾക്കപ്പെട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ, അത് ആശ്വാസവും ബലവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക്